من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى. وقال النبي صلى الله عليه وسلم لتتبعن سنن من كان قبلكم لتتبعن سنن من قبلكم شبرا بشبر وذراعا بذراع حتى لو سلكوا جحر ضب لسلكتموه. قلنا يا رسول الله اليهود والنصارى قال اليهود والنصارى أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ ഇരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, ഹിദായത്തിന് വേണ്ടി, മനുഷ്യർക്ക് വെളിച്ചം കാണിക്കാൻ വേണ്ടി, ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്കാക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലുത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാവാനുള്ള ഭാഗ്യം എന്നുള്ളതാണ്. ഇത് ഭൂമിയിലുണ്ട്, നാളെ മഹ്ശറയിലുണ്ടാവും. നബി തങ്ങളുടെ ഉമ്മത്തികൾ മഹ്ശറയിൽ ഒരു ഉയർന്ന പ്രദേശത്തായിരിക്കും, ബാക്കിയുള്ളവരൊക്കെ താഴേക്കുണ്ടാവുക. എല്ലാവർക്കും കാണാൻ പറ്റുന്ന നിലയിൽ തങ്ങളുടെ ഉമ്മത്തികൾ ഉണ്ടാവും. ഉമ്മത്തികൾക്ക് വലിയ ഇസ്സത്തായിരിക്കും. ദുനിയാവിൽ ഇസ്സത്താണ്, ആഖിറത്തിൽ ഇസ്സത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നബിയെ നാം നിയോഗിച്ചിട്ടില്ല. നബി തങ്ങൾ സാഹസങ്ങളുടെ വരവ് റഹ്മത്താണ്. തങ്ങളുടെ വരവ് റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കൽ, തങ്ങളെ സ്മരിക്കൽ, തങ്ങളെക്കുറിച്ച് പറയൽ, ഇത് ലോക മുസ്ലിമീങ്ങൾക്ക് ഈമാനിന് കാരണമായി തീരും. ലോക മുസ്ലിമീങ്ങൾക്ക് എക്കാലത്തും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള മദ്ഹ്, തങ്ങളെക്കുറിച്ചുള്ള പുകഴ്ത്തൽ, തങ്ങൾ ഈ ഉമ്മത്തിനോട് കാണിച്ച സ്നേഹം, ഇത് എന്നും ചർച്ചയായിപ്പെടും. ലോകത്തെന്നും ചർച്ചയാണ്. ലോകം മുഴുവനും ചർച്ചയുണ്ട്. കാരണം എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കും? ഇത്ര വലിയൊരു നബി, ഇത്ര വലിയൊരു സൃഷ്ടി വേറെ ലോകത്ത് വന്നിട്ടില്ല. അള്ളാഹുവിന് ഇത്ര ഇഷ്ടമുള്ള വേറൊരു സൃഷ്ടിയില്ല. മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അത് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഖുർആൻ നല്ലപോലെ വായിച്ചാൽ മനസ്സിലാവും, അള്ളാഹിന്റെ ഇഷ്ടം മനസ്സിലാവും, അള്ളാഹുവിന്റെ ഇഷ്ടം മനസ്സിലാവും. നബി തങ്ങളോട് പ്രത്യേക സ്നേഹം, തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തങ്ങളുടെ ഉമ്മത്തികളോട് സ്നേഹം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിലെ ഉമ്മത്തി ആവാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. ഇതിന്ന് മനസ്സിലാവില്ല, നാളെ മഹ്ശറയിൽ മനസ്സിലാവും. ആ നബിയെ ഓർക്കാതിരിക്കാൻ ആർക്കാണ് കഴിയുക? ആ നബിയെ ഓർക്കാതിരിക്കാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് നബി തങ്ങൾ ശാസ്ത്രങ്ങളെ ഓർക്കൽ, തങ്ങളെ പുകഴ്ത്തൽ, തങ്ങളുടെ സുന്നത്തുകളെ ഇത്തിബായ് ചെയ്യൽ,
ഇത് മുഅ്മിന്റെ ബാധ്യതയാണ്. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ ഒരുപാട് സ്ഥലത്ത് തങ്ങളോടുള്ള മഹബ്ബത്ത്, തങ്ങളോടുള്ള ഇഷ്ടം അത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഏത് സ്ഥലത്ത് നോക്കിയാലും അല്ലാഹു എവിടെങ്കിലും നബി തങ്ങൾ സാഹസങ്ങൾക്ക് വേദന വന്നാൽ അവിടെ അല്ലാഹ് ഇടപെടും. അല്ലാഹ് അവിടെ ഉടനെ ഇടപെടും. ആളുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. 10-40 കൊല്ലം അവരുടെ ഇടയ്ക്കൽ അൽ അമീനായി, ഏറ്റവും നല്ലവനായി, ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാതെ മാന്യമായ നിലയിൽ ജീവിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ ജനങ്ങൾ, ഏതോ അറിയാത്ത നാട്ടുകാരല്ല, ആ നാട്ടുകാർ, ആ ജനങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകനായ അല്ലാഹുവിലേക്ക് അവന്റെ അടിയാറുകളെ വിളിച്ചപ്പോൾ ജനങ്ങൾ വിളിക്കാൻ തുടങ്ങി തങ്ങൾ ഭ്രാന്തനാണെന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ മാന്യനായ ഒരാളെ ഭ്രാന്ത എന്ന് ജനങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് സ്വന്തം നാട്ടുകാർ, സ്വന്തം പരിചയക്കാർ. പ്രകോപിതമായ ഒരവസ്ഥ ഉണ്ടായിട്ടല്ല, പ്രകോപനമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടല്ല, അള്ളാഹുവിലേക്ക്, സൃഷ്ടാവായ ഏകനായ അള്ളാഹുവിലേക്ക് വിളിച്ചതിന്റെ പേരിൽ ഉടനെ അള്ളാഹു ആ ഹബീബിന്റെ മനസ്സ് നോവാതിരിക്കാൻ, ഹബീബിന്റെ മനസ്സ് നോവാതിരിക്കാൻ ഉടൻ അള്ളാഹു ജിബ്രീലിനെ അയച്ചു. നൂൻ നൂൻ വൽഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഉടനെ പ്രഖ്യാപിച്ചു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹു അക്ബർ. ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുകയാണിത്. ആ പ്രവാചകനെ ആർക്ക് വാഴ്ത്താതിരിക്കാൻ കഴിയും? നൂൻ വൽഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നബിയെ, അങ്ങൊരിക്കലും ഒരു ഭ്രാന്തനല്ല, തങ്ങളുടെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട്. ആൾക്കാരെന്തും പറഞ്ഞോട്ട് കുഴപ്പമില്ല. ഫലാ യഹ്സുൻക ഖൗലുഹും ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ. നബിയെ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അവരുടെ വാക്കുകൾ തങ്ങളെ വേദനിപ്പിക്കട്ടെ നബിയെ. അല്ലാഹു അക്ബർ. റബ്ബായ അല്ലാഹു, അവന്റെ അടിമയായ, അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഹബീബിനെ സമാശ്വസിപ്പിക്കാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകളൊന്നും കേട്ട് തങ്ങൾ വേദനിക്കണ്ട നബിയെ. ഒരു ഉമ്മ മോനോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഉപ്പ മോനോട് പറയുന്നത് പോലെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, വേദനിക്കണ്ട നബിയെ. ആരാ പറയുന്നത്? സൃഷ്ടാവായ അല്ലാഹ് പറയാൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് തങ്ങളെ മനസ്സ് നോവണ്ട നബിയെ. ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ, അവർ പരസ്യമായതും അവർ രഹസ്യമാക്കി വെക്കണതൊക്കെ നിങ്ങളെ റബ്ബായ ഞാൻ അറിയണ്ട നബിയെ, തങ്ങൾ വേദനിക്കണ്ട. എന്തോ ഒരു ഇടപെടലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണിത്. ആ നബിയെ വാഴ്ത്താത്തവൻ, ആ നബിയെ കുറിച്ച് പറയാത്തവൻ, ആ നബിയെ ഓർക്കാത്തവൻ, അവന് പിന്നെ അള്ളാഹുമായി എന്ത് ബന്ധാണുള്ളത്? അള്ളാഹു ഒരു ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഒരു അടിമയെ സ്നേഹിക്കുന്നെങ്കിൽ, ആ അടിമയെ സ്നേഹിക്കാതിരിക്കാൻ മറ്റു സൃഷ്ടികൾക്ക് എന്താ അവകാശമാണുള്ളത്? അതുകൊണ്ട് തീർച്ച സ്നേഹിക്കപ്പെടാൻ അർഹനായി, പുകഴ്ത്തപ്പെടാൻ യോഗ്യനായി, ഓർമ്മിക്കാൻ യോഗ്യനായുള്ള ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിയെ മറക്കരുത്, നബിയെ കൈയൊയ്യരുത്, നബിയുടെ പാത വിട്ടകലരുത്. അത് മനുഷ്യരുടെ നാശത്തിലേക്കുള്ള സഞ്ചാരമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നു. കുറച്ചു സമയം തങ്ങൾക്ക് വഹി വന്നില്ല. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ദുൽഖർനൈനെ കുറിച്ചും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ യഹൂദികൾ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവർ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണ് അസ്ഹാബുൽ കഹ്ഫ്, എന്താണ് നബി തങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു? ഞാനത് പറഞ്ഞു തരാമെന്ന്. സാഹചര്യവശാൽ ഇൻഷാ അല്ലാഹ് വിട്ടുപോയി. അതിന്റെ പേരിൽ അല്ലാഹു വഹി അല്പം താമസിപ്പിച്ചപ്പോഴേക്കും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞ് കുത്താൻ തുടങ്ങി, തങ്ങൾ വേദനിപ്പിക്കാൻ തുടങ്ങി. അവന്റെ റബ്ബ് മുഹമ്മദിനെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നബി തങ്ങൾ സാഹസങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങി. മുശ്രിക്കീങ്ങൾ പറഞ്ഞതിൽ വേദന ഉണ്ടാവില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തങ്ങളുടെ പ്രിയ പത്നി ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, അദഅ റബ്ബഹു വഖല,
നബിയെ തങ്ങളെ റബ്ബ് ഉപേക്ഷിച്ചോ, തങ്ങളെ കൈ ഒഴിഞ്ഞോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. തങ്ങളുടെ ഭാര്യ പോലും ചോദിക്കുക തങ്ങളെ റബ്ബ് ഒഴിവാക്കിയോ? കാരണം മറ്റുള്ളവരെല്ലാവരും പറഞ്ഞു നടക്കുകയാണ്. ഉടൻ അല്ലാഹു ഇടപെട്ടു. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. അല്ലാഹു അക്ബർ. ഉലമാക്കൾ ഇമാം റാസി മറ്റൊക്കെ തഫ്സീറിൽ വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ലുഹ തന്നെയാണ് സത്യം. ഇമാം റാസിന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട്, ലുഹ എന്ന് പറഞ്ഞാൽ അപ്രകാശപൂരിതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറക്കാനാവാത്ത ചന്ദ്രനെ വെല്ലുമാറുള്ള തങ്ങളുടെ മുഖത്തെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വല്ലുഹ വല്ലൈലി ഇദാ സജാ, തങ്ങളുടെ കറുത്ത മുടി, ഇരുട്ടുപോലെ കിടക്കുന്ന തങ്ങളുടെ കറുത്ത മുടി, ആ പ്രകാശിക്കുന്ന മുഖത്തിൽ കറുത്ത മുടി. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാക എന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നബിയെ തങ്ങളെ റബ്ബ് കൈ ഒഴിഞ്ഞിട്ടില്ല, വമാ ഖലാ ഉപേക്ഷിച്ചിട്ടുമില്ല. തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ കലാക്ക എന്ന് പറയാതെ വമാ ഖല, തങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള ആ ഉപേക്ഷന്റെ വാക്കിലേക്ക് തങ്ങളെ ചേർക്കാൻ പോലും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വമാ ഖലാക്ക, നിന്നെ ഉപേക്ഷിച്ചില്ല എന്ന് പറയാൻ, നിന്നെ അതിലേക്ക് ചേർക്കാൻ പോലും, എന്നുവെച്ചാൽ ഉപേക്ഷിക്കുക എന്നുള്ള വാക്കിലേക്ക് നബിതങ്ങളുടെ സാഹസങ്ങളെ ചേർക്കാൻ പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മുഫസ്സിരികൾ പറയുന്നത്. പ്രേമഭാജനത്തിനോട് സംസാരിക്കുന്നത് പോലെ ഹബീബിനോട് അല്ലാഹു സംസാരിക്കാൻ ആര് പറഞ്ഞു ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന്? ഞാൻ നിന്നെ ഒഴിവാക്കൂല, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല നബി, ഞാൻ അങ്ങനെ ഉപേക്ഷിക്കും. നബിയെ ദുനിയാവ് വിട്ടേക്ക്, തങ്ങൾക്ക് ഇതിനേക്കാൾ ഖൈറായതിന്റെ നബി ആഖിറത്തിൽ. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട അംഗീകാരങ്ങളിൽ വലിയ അംഗീകാരമാണിത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. നബിയെ തങ്ങൾ തൃപ്തിപ്പെടുന്നത് പിറകെ തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് തരും. അല്ലാഹ്, ഇതൊരു സഹമനസ്നേഹമാരെ അള്ളാഹും അവന്റെ ഹബീബായിട്ടുള്ള ഒരു ബന്ധമാണത്. നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് നമ്മളെ നബിതങ്ങൾ സാഹസങ്ങൾ മനസ്സിലായിട്ടേ ഇല്ല. നമ്മൾ പ്രശ്നങ്ങൾ അത് വേണോ ഇത് വേണോ അത് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ നബിതങ്ങളെ മനസ്സിലാവാത്തോണ്ടാണ്. ആ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലായിട്ടില്ല. ആരാണ് ആ നബി? അല്ലാഹു അക്ബർ. ലോകത്ത് ഇങ്ങനത്തെ ഒരാൾ വന്നിട്ടില്ല, ഇനി വരൂല്ല. അങ്ങനത്തെ ഒരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കാൻ പോവാണ് തൂര് സീനയിലേക്ക്. അല്ലാഹു അക്ബർ. ആ സംസാരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. സൃഷ്ടാവായ അള്ളാഹിനോട് ഒരു അടിമ സംസാരിക്കാൻ പോവാ, അതിനേക്കാൾ വലിയ കാര്യം എന്താണത്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽ ആൾക്കാരുണ്ട്, ബനി ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാര് നോമ്പൊക്കെ നോറ്റതിന് ശേഷം പിന്നെ കാണാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഇങ്ങനെ തൂര് സീനയിലേക്ക് ഇങ്ങനെ അടുത്തപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസ്ഥ മാറി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടത്തിൽ വന്ന കൂട്ടുകാരെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അവരൊന്നും വേണ്ട നിലയിൽ പരിഗണിക്കാത്ത നിലയിൽ ധൃതി കാണിച്ച് മൂസ അലൈഹിസ്സലാം തൂര് സീനയിലെത്തി. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അള്ളാഹു തആല തൂര് സീനയിലെത്തിയപ്പോ ചോദിച്ചു, മാ അഅജലക അൻ ഖൗമിക യാ മൂസ, എന്താണ് മൂസ ഖൗമിനെ വിട്ടിട്ട് ധൃതി കൂട്ടി വന്നത് എന്തിനാണ്? ഒരില്ല കൂടെ അവരെ കൂട്ടിട്ട് വന്നാ പോരെ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി ഖുർആൻ പറയാണ്, അജിൽതു ഇലൈക റബ്ബി ലിതർദാ, പടച്ചവനെ നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഞാൻ ധൃതി കൂട്ടി വന്നതാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖൗമിനെ വിട്ട് തൂര് സീനയിലേക്ക് ധൃതി കൂട്ടിച്ചെന്നതിന്റെ കാരണം നിന്റെ തൃപ്തി കിട്ടാനാണെന്ന് പറഞ്ഞപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖാലിഖും മാലിക്കുമായ റബ്ബായ അല്ലാഹു പറയാണ്,
വലസൗഫ യുഅതീക റബ്ബുക ഫതർദ, നബിയെ തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് പിറകെ ഞാൻ തങ്ങൾക്ക് തരുമെന്ന്. തൃപ്തി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപേക്ഷിച്ചു. ഒരാളിപ്പം നമ്മളായിട്ടുള്ള വലിയ ബന്ധമുള്ള ഒരാൾ, അയാൾ പറഞ്ഞപ്പോ നമ്മളങ്ങളെ ഒഴിവാക്കില്ലേ എന്ന് ചോദിക്കുമ്പം പറയുന്ന കുറെ കാര്യങ്ങളുടെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ പരിഗണിക്കുന്നു, ഇങ്ങനെ ചെയ്തു തരുന്നു, അങ്ങനെ ചെയ്തു തരുന്നു. ഒരിക്കലും ഇല്ലട്ടോ. ആര് പറഞ്ഞു ഉപേക്ഷിച്ചു? ഇതേ സൂറത്താണ് സൂറത്തുൽ ദുഹാ പറയുന്നത്. നബിയെ തങ്ങൾ യതീമായിരുന്നില്ലേ? തങ്ങൾക്ക് നാം അഭയം നൽകിയില്ലേ? അങ്ങനെ തങ്ങളെ ഞാൻ ഉപേക്ഷിക്കുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലുമില്ല. അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ, തങ്ങൾ വഴി അന്വേഷിച്ച് സത്യമാർഗം അന്വേഷിക്കുമ്പോൾ ഞാൻ തങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ? അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന, തങ്ങൾക്ക് കുടുംബം നൽകിയില്ലേ? തങ്ങൾക്ക് ഖദീജയാകുന്ന നല്ലൊരു ഭാര്യനെ തന്ന് ഞാൻ തങ്ങളെ സമ്പന്നനാക്കിയില്ലേ? പിന്നെ നബിതങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ അല്ലാഹു ഉപദേശിക്കാണ്, യതീമുകൾ വന്നാൽ തങ്ങൾ വിരട്ടരുതേ. തൊട്ടടുത്ത സൂറത്തും ഇതിനോട് ചേർത്ത് പറയണം, അല്ലാഹ് ഞാൻ തങ്ങളെ ഉപേക്ഷിച്ചെന്നാണോ പറയുന്നത്? അലം നശ്റഹ് ലക സദ്റക്, നബിയെ തങ്ങളെ നെഞ്ഞിനെ നാം വിശാലമാക്കി തന്നില്ലേ? അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക്, തങ്ങളെ മുതുകിനെ ഒടിച്ചു കളയാൻ പറ്റുന്ന ഭാരത്തെ നാം ഇറക്കി വെച്ച് തന്നില്ലേ? വറഫഅനാ ലക ദിക്റക്, തങ്ങളുടെ ഓർമ്മയെ നാം ലോകത്ത് ഉയർത്തിയില്ലേ? എന്നും ഉയർന്നു നിൽക്കുന്ന നാമം അല്ലാഹുവിന്റെ അവന്റെ റസൂലിന്റെയും നാമമാണ്. വറഫഅനാ ലക ദിക്റക്, എന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഈ മുഹമ്മദ് റസൂലുള്ള പറയാത്ത സൂര്യൻ ഉദിച്ച് അസ്തമിച്ച ഏതെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഈ മുഹമ്മദ് സഹാസങ്ങളെ പറയാതെ സൂര്യൻ ഉദിച്ചിട്ടില്ല, അസ്തമിച്ചിട്ടില്ല. കാരണം പകലും അന്തിയിലും എല്ലായ്പ്പോഴും ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം. വറഫഅനാ ലക ദിക്റക, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോടുള്ള ഇടപെടലിൽ പറഞ്ഞു, അലൻതൽ ഹദീദ് അലി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിനെ ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. വത്തഖൽത ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നീ ഖലീലാക്കി. വമൂസ കലീമ, മൂസ അലൈഹിസ്സലാമിനെ നീ കലീമാക്കി. വഈസ റൂഹുല്ലാഹ്, ഈസ അലൈഹിസ്സലാമിനെ നിന്റെ റൂഹാക്കി. ഫമാദാ ജഅൽതലി ഫമാദാ ജഅൽതലി, എനിക്കെന്താണുള്ളത് എന്ന് ചോദിച്ചു. എല്ലാവരും ഇങ്ങനെ ആക്കിയല്ലോ, എനിക്കെന്താണുള്ളത്? അല്ലാഹു തആല പറഞ്ഞു, അല്ലാ ദുകിർതു ഇല്ലാ ദുകിർത മഈ, എന്നെ ഓർമ്മിക്കപ്പെടുമ്പോഴെല്ലാം നിന്നെയും ഓർമ്മിക്കപ്പെടുമെന്ന് അല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകി. എന്നെ എവിടൊക്കെ ഏത് കാലം ഓർക്കുമോ അന്നൊക്കെ അല്ലാഹനെ ഓർക്കുമ്പോഴെല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഓർക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ ഉടനെ അശ്ഹദു അന്ന അത്തിഉല്ലാഹ വറസൂലഹു വമൻ യുതിഇല്ലാഹ വറസൂൽ. എല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ എങ്ങനെ മറക്കാൻ കഴിയും? മുഅ്മിനീങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും ആ നബിതങ്ങൾ സാഹചര്യങ്ങൾ? ജീവിതത്തിലുടനീളം വ്യക്തമായ മാതൃകയോട് കൂടി തങ്ങളുടെ ജീവിതം, തങ്ങളുടെ എല്ലാം വ്യക്തമാണ്. സ്നേഹം, കരുണ, കാരുണ്യം, ഔദാര്യം. അല്ലാമ സുലൈമാൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ വിശദീകരിച്ച് പറയുന്നതിന് പകരം അദ്ദേഹം നല്ലൊരൊറ്റ വാക്ക് പറയുന്നുണ്ട്, അതൊരു ബൊക്കയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ബൊക്ക, കുറെ പുഷ്പങ്ങൾ ചേർത്ത് കെട്ടിയ ബൊക്ക ഉണ്ടല്ലോ, അതൊരു ബൊക്കയാണ്. എന്ന് വെച്ചാൽ ആദം അലൈഹിസ്സലാം മുതൽ ഈസ അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ നബിമാരുടെയും ഗുണങ്ങൾ ചേർത്തിണക്കിയ ഒരു ബൊക്കയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിതങ്ങൾ സാഹസങ്ങളെ മറക്കാൻ കഴിയില്ല. തങ്ങളെ ഓർക്കാത്തവനെക്കാളും വലിയ മോശക്കാരൻ വേറെ ആരാണത്? എങ്ങനെയാ നബിനെ ഓർക്കാതിരിക്കും? അള്ളങ്ങനെ സ്നേഹിക്കണ നബിനെ, അള്ളങ്ങനെ സ്നേഹിക്കണ നബിനെ ഓർക്കാൻ കഴിയില്ലെങ്കിൽ
പിന്നെ ആ മനുഷ്യൻ എന്തിനാ ഭൂമിന്റെ തൊലിപ്പുറത്ത് ജീവിക്കണേ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മ അത് അല്ലാഹു ഉയർത്തിയിരിക്കുക. മുഅ്മിന്റെ ഹൃദയത്തിൽ എന്തുണ്ടാവും? അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും. കാരണം മുഅ്മിൻ അവന്റെ ജീവിതത്തിന്റെ മഖ്സദ് ആയാ തന്നെ അവന്റെ ഹബീബിന്റെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടല്ല, ആ ഹബീബിനെ പിൻപറ്റലാണ്, ഹബീബിനോടുള്ള മഹബ്ബത്താണ്. എല്ലാവരും നബി തങ്ങൾ ആരാണ് നബിയെ സ്നേഹിക്കാത്തവർ? ഈമാനിന്റെ ഒരു അംശം ഹൃദയത്തിന്റെ ഉള്ളിലുള്ളവർ ആ നബിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ആ നബിയോട് എങ്ങനെ മനുഷ്യർക്ക് വിയോജിപ്പ് കാണിക്കാൻ കഴിയും? അത്ര നബി തങ്ങളെ സ്നേഹിച്ചു, നബി തങ്ങളെ കുടുംബത്തിനെ സ്നേഹിച്ചു, നബി തങ്ങളെ കുടുംബത്തിനെ സ്നേഹിച്ചു. ഒരാളോടുള്ള ഇഷ്ടം അയാളുടെ കുടുംബത്തിനോടുണ്ടാവും. സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തോണ്ടായിരിക്കുന്നത് മനസ്സിലാവാത്തത്. ദുനിയാവിന്റെ വസ്തുക്കളെ സ്നേഹിച്ച് ഹൃദയം മലീമസമായവർക്ക് ഹബീബിനെ സ്നേഹിക്കാൻ കഴിയില്ല, ഹബീബിനെ സ്നേഹിക്കാൻ കഴിയില്ല. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ഹൃദയത്തിന്റെ രക്തത്തിലും മജ്ജയിലും ലയിക്കാനുള്ളതാണ്. ഹിഷാം ബിൻ അബ്ദുൽ മലിക്, ഹിഷാമെന്ന് വന്നു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ മർവാൻ ബിൻ അബ്ദുൽ മലിക്, നിങ്ങൾക്ക് രാജവംശം അറിയാൻ മതിയാവും. അദ്ദേഹം ഹജ്ജിന് വന്നു, ഹജ്ജ് ചെയ്തു. തവാഫിനിടയിൽ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ തിരക്ക് കാരണം പറ്റില്ല. ഹജ്ജ് കഴിഞ്ഞ് സൈയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ കാബ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു കസേര കെട്ടു കൊടുത്തു. ഒരു അയക്കി ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യം. ഇഷ്ടംപോലെ ഷാമുകാരായ പ്രധാനികൾ അദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജിന് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പം ഒരാള് തവാഫിന് വേണ്ടി ഇറങ്ങി. സൗന്ദര്യത്തിന്റെ ഉടമയായ ഒരാൾ. അദ്ദേഹം എങ്ങനെ തവാഫ് ചെയ്തു? ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ മാറും. അപ്പൊ അദ്ദേഹം പോയി ഹജറുൽ അസ്വദിനെ ഇസ്തിലാം ചെയ്യും. വീണ്ടും അദ്ദേഹം ചുറ്റി വരും, ആൾക്കാരിങ്ങനെ മാറും. അപ്പൊ ഒരാൾ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനോട് ചോദിച്ചു, രാജാവാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചു, ധാരാണ് മൻഹുവ, ധാരാണ്. ഹിഷാം ബിൻ അബ്ദുൽ മലിക് പറഞ്ഞു, ലാ ആരിഫ്, ഞാൻ അയാൾ അറിയില്ല. അപ്പം ഷാമില് കുറെ ആൾക്കാരുണ്ട്, നേതാക്കന്മാരുണ്ട്. അതിൽപ്പെട്ട ആരോ ഒരു കിബാർ, ഒരു വലിയ ആളാണ് ചോദിച്ചത്. എല്ലാവരും തവാഫ് ചെയ്യുമ്പോൾ ഒരാളിങ്ങനെ വരുമ്പോ അങ്ങനെ മാറിക്കൊടുക്കണ്ട്, അയാൾ പോയി ഇസ്തിലാം ചെയ്യണ്ട് ഹജറുൽ അസ്വദിനെ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നുണ്ട്. ആരാണ് അയാൾ? കാരണം രാജാവ് ഇപ്പൊ തവാഫ് കഴിഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ, ഒരാൾ മാറി തന്നിട്ടില്ല. അത് ആരാണെന്നുള്ള അർത്ഥത്തിൽ ഏതോ ഒരു കാര്യപ്പെട്ട ആളാണല്ലോ, ഇദ്ദേഹം അറിയാത്തതിന്റെ പേരിൽ ചോദിച്ചതാണ്. അപ്പൊ ഹിഷാം ബിൻ അബ്ദുൽ മലിക് പറഞ്ഞു, ലാ ആരിഫ്, ഞാൻ അയാൾ അറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ ആ കൂട്ടത്തിൽ അതിന്റെ അടുത്തുണ്ടായിരുന്നു ഈ സംഭാഷണം കേട്ടിരുന്ന ഫറസ്ദഖ് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന ആരിഫു, ഞാൻ ഇയാളെ അറിയും. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഹാദ ഇബ്നു ഖൈറു ഇബാദില്ലാഹി കുല്ലിഹിം. ഹാദ തഖിയ്യുൻ നഖിയ്യുൽ താഹിറുൽ അലമു. ഹാദ ഇബ്നു ഫാത്തിമത്തിൻ ഇൻ കുൻത ജാഹിലഹു ബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു എന്ന് പറഞ്ഞ ഒരു 10 പേര് ഷെയർ ഫറസ്ദഖ് ഇങ്ങനെ പാടി. നിങ്ങൾക്ക് അറിയില്ല ഇയാളാരാന്ന്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം. ഹാദൽ അന ആരിഫ്, ഞാൻ അറിയും. ഹാദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഇയാളാരാ നിങ്ങൾക്കറിയില്ലേ? ഹറം അറിയും ഇദ്ദേഹത്തിന്, ബത്ഹാ അറിയും, ചരൽക്കല്ലുള്ള ഈ പ്രദേശങ്ങൾ അറിയും, ഹില്ലറിയും, ഹറം അറിയും. എന്നുവെച്ചാൽ ഹറമിന്റെ ഉള്ളും ഹറമിന്റെ പുറവും ഇവിടെയുള്ള എല്ലാവർക്കും അറിയും. വൽ ബൈതു യഅരിഫു, അല്ലാഹുവിന്റെ ഈ ഭവനത്തിനറിയാം ഇതാരാണെന്ന്. വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഹാദ ഇബ്നു ഖൈറു ഇബാദില്ലാഹി കുല്ലിഹിം, ഏറ്റവും നല്ല അവന്റെ ദാസന്മാരിൽ നല്ല ഒരാളുടെ മകനാണ് ഇദ്ദേഹം. ഹാദ തഖിയ്യുൻ നഖിയ്യു താഹിറുൽ അലമു. ഹാദ ഇബ്നു ഫാത്തിമത്തിൻ, ഇത് ഫാത്തിമന്റെ മോനാണ്. ഇൻ കുൻത ജാഹിലഹു, നീ അയാൾ അറിയില്ലെങ്കിൽ ഇത് ഫാത്തിമന്റെ മോനാണ്. വബിജദ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖുതിമു, ഇദ്ദേഹത്തിന്റെ വല്യാപ്പനെ കൊണ്ടാണ് അല്ലാഹു നബിമാരുടെ പരമ്പരയെ അവസാനിപ്പിച്ചത്. ഇയാളെ നിങ്ങൾക്ക് അറിയില്ലേ? എന്ന് വെച്ചാൽ
ഹിഷാമിന് അബ്ദുൽ മലിക്കിനെ അറിയാത്തതല്ല പ്രശ്നം. ആൾക്കാരെല്ലാരും ഇനി അയാളെ കൂട്ടത്തിൽ പോണ്ടെന്ന് വിചാരിച്ചിട്ട് ആ തന്റെ നേതൃസ്ഥാനം അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നും ലോകത്ത് ഈ പദ്യം ചർച്ചയാണ്, ഇന്നും ചർച്ചയാണ്. അന്ന് കഴിഞ്ഞു പോയത് ഒരു സ്വന്തം അഭിമാനത്തിന് വേണ്ടി ഒരു അർഹമായ ബഹുമാനത്തിനെ മൂടി വെച്ചാൽ അതെന്നും ഇങ്ങനെ നിലനിൽക്കുന്നു. ഞാനുകൾ കൂടി മനസ്സിലാക്കണം. ബഹുമാനിക്കേണ്ടവരെ എന്നും ബഹുമാനിക്കണം, ആദരിക്കേണ്ടവരെ എന്നും ആദരിക്കണം, സ്നേഹിക്കേണ്ടവരെന്നും സ്നേഹിക്കണം. സ്വന്തത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പദവിക്ക് വേണ്ടി സ്വന്തം ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കോട്ടം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരുന്നാൽ ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ കവിത എപ്പോഴും ചെല്ലാണ്. ഇത് വളരെ നാണക്കേടിന്റെ കവിതയാണ്. അതല്ലതീ നിങ്ങൾക്ക് ഇയാൾ അറിയില്ലല്ലേ, അതല്ലതീ താരിഫുൽ ബദ്ഹാവൂ. ഈ നാടിനും ഇതടുത്ത ചരൽക്കല്ലുകൾക്കും എല്ലാവർക്കും ഇദ്ദേഹത്തിന് അറിയാം. ഹില്ലും ഹറമും അറിയും, ഈ വീടിനും അറിയാം ഇയാളാരാണെന്ന്. ഇത് ഞങ്ങൾ ജാഹിലാണെങ്കിൽ ഇത് ഫാത്തിമന്റെ മോനാണ്. ഇവരുടെ പിൻപാപ്പന്റെ വഴിയായിട്ടാണ് പ്രവാചകന്മാരുടെ പരമ്പര തന്നെ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞ വലിയൊരു കവിതാശലകം ചൊല്ലി. അപ്പോഴാണ് ഇത് ആരാണെന്ന് ആളുകൾക്ക് മനസ്സിലായത്. അത് അലി ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ അബി താലിബ്. അബൂ താലിബിന്റെ മകൻ അലി, അലിയുടെ മകൻ ഹുസൈൻ, ഹുസൈന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ. നിബിധ സാഹസങ്ങളാ ചോര. അത് കഴിഞ്ഞു. ഈ സംഭവമൊക്കെ പറഞ്ഞു. ഫറസ്ദക്കിനെ കൊണ്ടുവന്നു. ഫറസ്ദക്ക് ഈ കവിത ചെല്ലുമ്പോഴത്തേനും അറബികളുടെ കവിത പെട്ടെന്ന് ഉണ്ടായി. ഫറസ്ദക്കിനെ കൊണ്ടുവന്നു. സൈനുൽ ആബിദീൻ എന്നാണ് അദ്ദേഹത്തിന് അറിയൽ. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. കാരണം അദ്ദേഹം അതൊരു അവസ്ഥയായിട്ട് കണ്ടു. ഇത്ര വലിയ നബിതങ്ങളുടെ പേരക്കുട്ടിനെ കാണാനുള്ള ഭാഗ്യം നബിതങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ. അപ്പം അവര് ഔദാര്യവാന്മാരുടെ വലിയ ഔദാര്യവാന്മാരാണ്. അദ്ദേഹം വലിയൊരു തുഹ്ഫ, ഒരു സമ്മാനം കൊടുത്തു ഫറസ്ദക്കിന് ഒരു വലിയ സമ്മാനം കൊടുത്തു കവിക്ക്. അപ്പൊ നമ്മളൊക്കെയാണ് പറയും ബർക്കത്തിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫറസ്ദക്ക് അപ്പൊ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് വരാനായി അതൊക്കെ പറഞ്ഞത്. ആ ഫറസ്ദക്ക് പറഞ്ഞ വാക്ക് അത് വരാനായി എത്ര സംഭവം പറഞ്ഞത്. ഈ സംഭവം ഒന്നല്ല ഞാൻ പറയാൻ വിചാരിച്ചത്. ഫറസ്ദക്കിന്റെ വാക്ക് പറയണമെങ്കിൽ ഇതൊക്കെ പറയേണ്ടി വരും. ഫറസ്ദക്ക് അപ്പൊ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും സമ്മാനം കിട്ടുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനെ കുറിച്ച് പാടിയേനെ. കാരണം അന്ന് രാജാക്കന്മാരെ പറ്റി പാടിയാൽ, രാജാക്കന്മാരെ പുകഴ്ത്തി പാടിയാൽ ഒരുപാട് കിട്ടും. ഞാൻ എന്തെങ്കിലും ദുനിയാവിന്റെ വസ്തുക്കൾക്ക് വേണ്ടിയായിരുന്നു പാടിയിരുന്നെങ്കിൽ ഞാൻ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് വേണ്ടി പാടിയേനെ. പക്ഷെ ഞാൻ ഒരു ദുനിയാവിന്റെ ഒരു ചില്ലിക്കാശിന് വേണ്ടിയിട്ടല്ല പാടിയത്. നാളെ നിങ്ങളുടെ വല്യുപ്പന്റെ ശഫാഅത്ത് കിട്ടണം എനിക്ക്, അതിനുവേണ്ടി പാടിയതാണ് ഞാൻ. നിങ്ങൾ വല്യുപ്പന്റെ ശഫാഅത്ത് കിട്ടണം. ഈ നബി ആർക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് സാറുമാരെ, സ്നേഹമാരെ, സ്വന്തത്തിന്റെ ഹൃദയത്തിന്റെ മാറാലകൾ തട്ടി ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി. ഹൃദയത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ കട്ട പുകയിരിക്കും. കാരണം ആരും ഉണ്ടാവില്ല, തിരിഞ്ഞോക്കാൻ ആളുണ്ടാവില്ല. ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞു വരാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ നബി തങ്ങളെ കൈ ഒഴിയുന്നത് ഇതൊക്കെ തങ്ങളെ ഹൃദയത്തിലേറ്റണം, തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. തങ്ങളോടുള്ള മഹബ്ബത്ത് 1000 മീറ്റർ ബൾബ് കത്തിക്കലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. തങ്ങളോടുള്ള മഹബ്ബത്ത് ബസാറുകളിലും മറ്റൊക്കെ ഉണ്ടാക്കി വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കലാണ് എനിക്ക് അഭിപ്രായമില്ല. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് തങ്ങളുടെ സുന്നത്തിന് ജീവിതത്തിൽ കൊണ്ടുവരലാണ്. കണ്ട മനസ്സിലാവണം എന്തൊരു മുഹമ്മദിയാണെന്ന്. അതാണല്ലോ ഫാൻസ് അസോസിയേഷന്റെ പണി തന്നെ. എന്താണ് ഫാൻസ് അസോസിയേഷന്റെ പണി? എന്താണ്? കണ്ടാൽ അറിയുമ്പോ എന്റെ ആളാണെന്ന്, കണ്ടാൽ അറിയുമ്പോ എന്റെ ആളാണെന്ന്. നിങ്ങൾ കണ്ട മനസ്സിലാണത് മുഹമ്മദ് സാഹസ് തങ്ങൾ ആളാണെന്ന്. അത് വരാത്ത കാലത്തോളം അതാണ് കളർ ഉണ്ടാകാറുണ്ട്. ഖുർആൻ പറയുന്നു, ചായം മുക്കുക, ആ മൂശയിൽ വാർത്തെടുക്കുക. വിവിധ ശാസ്ത്രങ്ങളെ മൂശയിൽ വാർത്തെടുക്കുക. സഹാബാക്കൾ നബിതങ്ങളുടെ സാഹസങ്ങളെ പിൻപറ്റി തങ്ങളെ ഇഷ്ടം വെച്ചു, തങ്ങളെ കൂട്ടത്തിൽ കൂടി സഹവസിച്ചു. അങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ പുറത്തുനിന്ന് വരികയാണ്. അവർക്ക് മനസ്സിലാവില്ല ആരാണ് മുഹമ്മദ് എന്ന്.
ഒരു സദസ്സും ചോദിക്കും മൻ മിൻകും മുഹമ്മദ്, നിങ്ങൾ ആരാണ് മുഹമ്മദ് എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. എന്ന് വെച്ചാൽ നബിതങ്ങൾ സാഹസങ്ങൾ സഹാബാക്കളെ പോലെ ആയതല്ല, പിന്നെ സഹാബാക്കൾ നബിതങ്ങൾ സാഹസങ്ങളെ പോലെ ആയി. അപ്പൊ തിരിച്ചറിയാതായി. തങ്ങളെ പോലെ അത്ര ഇഷ്ടം, അത്ര ഉപ്പ്. രാത്രിയൊക്കെ വീട്ടിൽ നിന്ന് വരിക. ഒരു സഹാബി രാത്രി വീട്ടിൽ നിന്ന് വന്നു, തണുപ്പുള്ള രാത്രി. നിങ്ങൾക്ക് മദീനയിലെ തണുപ്പൊക്കെ അറിയാം. ശക്തമായ തണുപ്പുള്ള രാത്രിയിൽ ഒരാൾ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. നബിതങ്ങൾ സാഹസങ്ങൾ തഹജ്ജുദിന് എഴുന്നേൽപ്പോ പുറത്ത് കാണണ്ട അയാളെ. അപ്പൊ ചോദിച്ചു എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ചു, തങ്ങളെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് എപ്പം വേണമെങ്കിലും തങ്ങളെ കാണാം. രാവിലെ ആലോചിച്ച രാവിലെ കാണാം, രാത്രി ആലോചിച്ച രാത്രി കാണാം. എനിക്ക് എപ്പോഴും കാണല്ലോ. പക്ഷെ ഞാൻ ആലോചിക്കണ രാത്രി ആലോചിച്ച് ഒരു ഐഡിയ കിട്ടാതെ പോയ കാര്യമാണ്. തങ്ങളെന്തായാലും വഫാത്താവും, ഞാനും വഫാത്താവും. അവസാനം തങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. എന്നെ അഥവാ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ തങ്ങളെ കാണാൻ പറ്റുമോ? തങ്ങളും ഇല്ല ഉയർന്ന ദർജയിലായിരിക്കൂലേ? ഇവിടുന്ന് കാണണമായി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഞാൻ അതോർത്തിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. എവിടുത്തെ കാര്യമല്ല, സ്വർഗത്തിൽ നിങ്ങളെ കാണാൻ കഴിയും. ആ സ്നേഹം എവിടെ എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിക്കും. ആ സ്നേഹമല്ല ഇപ്പൊ നമ്മൾ നടത്തുന്നത്. കുറച്ച് ബൾബ് വാങ്ങി ആടിപ്പടി കെട്ടിയാൽ ഇതായി എന്ന് വിചാരിക്കരുത്. അതായി എന്ന് വിചാരിക്കരുത്. സഹാബി നബിതങ്ങൾ സാഹസങ്ങൾക്ക് എന്താ പറയാ? നിങ്ങൾ പറയും. അപ്പൊക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ومن يطع الله والرسول فأولئك أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. എന്നുള്ള ആയത്ത് ഇറങ്ങി. ആരല്ലാഹുവിനെ അവന്റെ റസൂലിനെയും പറയില്ല വഴിപ്പെട്ടാൽ, അനുസരിച്ചാൽ, ഇതായത്തുണ്ടായാൽ. നബിതങ്ങൾ സാഹസങ്ങളെ കോല നമ്മളെ കോലാണ്, തങ്ങളെ സ്വഭാവം നമ്മളെ സ്വഭാവമാവണം. തഖല്ലഖു ബി അഖ്ലാഖില്ല. നബിതങ്ങളോടുള്ള ആ സ്നേഹം അതാണ് ശരിക്ക്. നമ്മളെ കണ്ടാൽ മനസ്സിലാണ് അതൊരു മുഹമ്മദിയാണ്, ഭ്രാന്ത് പിടിച്ച ആളാണ്. എന്തിന്റെ പേരിൽ? ചില പന്തളിക്കാരോട് ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ നമ്മൾ കാണണ്ടേ? കാളകൂട്ടിനോട് ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ. മക്കൾക്ക് കൂടി അങ്ങനെ തിന്നാൻ കൊടുക്കൂല. കാള അതിന് ലക്ഷങ്ങളും അതിന് 10,000ങ്ങളും ഒക്കെ ചെലവാക്കാൻ റെഡിയാണ്. അതിനോടുള്ള മഹബത്താണ്. നബിതങ്ങൾ ശാസനങ്ങളോട് ഈ മഹബത്ത് ഈ ഉമ്മത്തിനുണ്ടോ? എപ്പോഴെങ്കിലൊക്കെ ഒരു ഇത് തൂക്കിയാൽ പ്രശ്നം തീർന്ന് വിചാരിക്കും. തൂക്കിയോലല്ലേ ഞാൻ പറഞ്ഞിട്ടോ, തൂക്കാത്തോലെയാണ് പറയുന്നത്. കാരണം കുറെ ആൾക്കാരുണ്ട് നബിതങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞ ഭയം തൂക്കാൻ പറ്റിയ സാധനമല്ല, അളക്കാൻ പറ്റിയ സാധനമല്ല. ഒരാൾക്ക് അയാളെ ഭാര്യനോട് എത്ര ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് അയാളെ പരിപാടി ഉണ്ടാവും. അയാളോടുള്ള ബന്ധം ഉണ്ടാവും, ഓളോടുള്ള സംസാരം, ഓളോടുള്ള പെരുമാറ്റം, അതൊക്കെ മഹബൂബും ഹബീബും തമ്മിലുള്ള ബന്ധമാണ്. ആഷിഖ് മാഷൂഖ് ബന്ധത്തിന് സ്കെയിലൊന്നും വെക്കാൻ പറ്റൂല. പറ്റോ? എന്തെങ്കിലും പറയാത്ത സ്കെയിലൊന്നും വെക്കാൻ പറ്റില്ല. അതിനെ അളക്കാനൊന്നും കഴിയില്ല. അതൊരു ലെവല് വിട്ട സാധനമാണ്. ആരെങ്കിലും നബിതങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ, അതിയായ ഇഷ്കിന്റെ പേരിൽ എന്തെങ്കിലും പാടി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതെന്തോ സംഭവമാണെന്നൊന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും നമ്മൾ പോണ്ട. അത് അയാളുമായി അയാളുടെ റബ്ബുമായിട്ടുള്ള ബന്ധാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഒരാൾ ഭാര്യനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടെ കൂടി റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തന്നാലും എന്താ ഉണ്ടാകുക? നിങ്ങൾ പറയും. കല്യാണം കഴിച്ചാൽക്കൊക്കെ മനസ്സിലാവും. മഹാമണ്ഡലം. ഇതേപോലെ ഏതോ ഒരാൾ നബിതങ്ങളോടുള്ള മഹബത്തിന്റെ മേൽ എന്തൊക്കെ പാടി, നിങ്ങളാണ് എന്റെ ഏറ്റവും വലുത്, എനിക്ക് നിങ്ങളിൽ പ്രതീക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ സർവരെ ആഷിഖ് മാഷൂഖ് തമ്മിലുള്ള ബന്ധാണത്. ഇഷ്ക് തിരിയാത്തവനത് തിരിയൂല. എനിക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ നിന്റെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല, നിങ്ങളുള്ളൂ എന്ന് പറഞ്ഞ കരഞ്ഞു പറഞ്ഞ ആ ശിർക്കായി, ഹറാസ് കൈ. ആരുള്ളത്? എനിക്ക് അല്ലാഹു ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ ആഷിഖ് മാഷൂഖ് ബന്ധത്തിനെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പണിയില്ല. അതായിട്ട് രീതിയിൽ ആരോ പറഞ്ഞത് പറഞ്ഞ് നടക്കേണ്ട ആവശ്യം ആർക്കില്ല.
ഞമ്മക്കൂല്ല. അത് ഊലേറ്റ് പോയിക്കോട്ടെ. എനിക്കെന്താണ് എന്റെ ഹബീബിനെ പറ്റി പറയാനുള്ളത്? എനിക്കെന്താണ് എന്റെ ഹബീബിനെ കുറിച്ച് ചെയ്യാനുള്ളത്? അത് ജീവിച്ച് കാണിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, സുന്നത്തിനെ അവഹേളിക്കുന്ന കാലഘട്ടങ്ങളിൽ, സുന്നത്തിനോട് വിലയില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ എന്റെ നബിതങ്ങളുടെ സുന്നത്തിന് എന്റെ നെഞ്ഞിലേറ്റും, ഞാൻ എന്റെ ശരീരത്തിലേറ്റും, ഞാൻ എന്റെ നബിതങ്ങളുടെ സുന്നത്തിന് വേണ്ടി ജീവിക്കും. ഇതാണ് ശരിക്കും മഹബ്ബത്ത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളെ പിൻപറ്റുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. തീർച്ച അത് വരും. ശിബ്റൻ ബിശിബ്ർ, ചാണിന് ചാണായി, വദിറാൻ ബിദിറാ, മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം വരും. ഹത്താ ലൗ സലകൂ ജുഹറ റബ്ബിൻ, അവർ ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ ലസലക്തുമു, നിങ്ങളും അതിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു. അവരും അതിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു. ഉടുമ്പിന്റെ മാളത്തേക്ക് കയറിയാൽ നിങ്ങളും കയറും. അവരോടുള്ള ഇഷ്കിന്റെ പേരിൽ സഹാബാക്കൾ അത്ഭുതത്തോട് ചോദിച്ചു, ഉടുമ്പിന്റെ മാളത്തേക്കൊക്കെ ഏത് പൊട്ടണ കയറുക? അത്ര ചാണായി പിൻപറ്റുന്നത് ആരാണ്? അൽ യഹൂദ വൻ നസാറ, ജൂതനും നസ്രാണിയാണെന്ന് ചോദിച്ചു. നബിതങ്ങളുടെ സാഹസങ്ങൾ വേറൊന്നും പറഞ്ഞില്ല. കാലം ഫമൻ, ഒരല്ലാതെ വേറെ. ജൂതന്റെ കോലാണ് നമുക്കൊക്കെ. ജൂതന്റെ കോലം, ജൂതന്റെ രീതി, ജൂതന്റെ സംസ്കാരം, ജൂതന്റെ കൾച്ചർ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ നബിതങ്ങൾ സാഹസം തങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്താണ്ടാവും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിയാം വാപ്പനോട്. വാപ്പ പറഞ്ഞൊന്നും അനുസരിക്കൂല. പിന്നെ ഓനെന്ത് ഇഷ്ടമാണ് വൈ നിസ്കരിക്കാതെ മാലോക്കുക. സാധുവിന് അറിയില്ല ഇതിനേക്കാളും നിസ്കാരാണ്. ഒരു പള്ളി കുറ്റിപ്പുറത്തുനിന്ന് അങ്ങോട്ട് വരുമ്പോൾ മരു നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറുമ്പോൾ കുറച്ച് ചെക്കന്മാരുടെ പള്ളിന്റെ പോലെ വിചാരിച്ച് ബാങ്ക് കൊടുത്തില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നമ്മൾ പോയി വണ്ടി സൈഡാക്കി സമാധാനമായിട്ട് മൂത്രയ്ക്കാനൊക്കെ പോയപ്പോ ഉറക്കാതെ പോയിന്. അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ നോക്കിയത് ആരെ മാലോക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കിയത്. കുട്ടികളെ പറഞ്ഞാൽ ഇപ്പൊ 25-23 വയസ്സായക്കന്മാരല്ല, ചെറിയ കുട്ടികളല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ സാധനം വേറെ സാധനമാണ്. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹുകളോടുള്ള മഹബ്ബത്ത് അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് സഹാബാക്കൾ എങ്ങനെയാണ് മഹബ്ബത്ത് പ്രകടിപ്പിച്ചത്? ഓരോ സഹാബി നബിതങ്ങൾ സാഹസങ്ങളെ പോലെ ജീവിക്കാൻ ശ്രമിച്ചു. സുന്നത്തുകൾ വിടാതെ കൂടി, സുന്നത്തുകൾ ഫുള്ള് ജീവിതത്തെ കൊണ്ടതും സുന്നത്തുകളെ ഹയാത്താക്കലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഹയാത്താക്കൽ. നല്ല കണ്ട ഏതോ കോലം, നസ്രാണിന്റെ പോലെ, ജൂതന്റെ പോലെ, പാന്റ് നെരിയണിക്ക് താഴെ നബിതങ്ങളുടെ സാഹസങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മുഖമാണ്. താടി വടിച്ച മുഖം, അങ്ങനെ താടി അടിക്കുക, മീശ കട്ടിക്ക് വെക്കുക. ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂതനോടും നസ്രാണിയോടും നിങ്ങൾ എതിരാണെന്ന് പറഞ്ഞു. ഖസ്സു ശാരിബ് അഫുൽ ലുആ, താടിയെ വിട്ടേക്ക്, മീശ വെട്ടി എന്ന് പറഞ്ഞു. നമ്മള് ഫുള്ള് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഫുള്ള് നബിതങ്ങൾ ആളാകുക. അത് പരിഹസിക്കലല്ലാണ്ട് വേറെന്താ? സുന്നത്തിന്റെ ജീവിതത്തിൽ കൊണ്ടരി, സുന്നത്തിന്റെ ജീവിതത്തിൽ കൊണ്ടരി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് എന്തെല്ലാം സുന്നത്ത് നമുക്ക് കൊണ്ടുവരാണ്ട്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സുന്നത്തുണ്ട്. എല്ലാം നബിതങ്ങൾ സാഹസങ്ങളുടെ സുന്നത്ത് ഉമ്മത്തിന് പ്രയോജനമാണ്. നബിതങ്ങൾ സാഹസങ്ങൾ വഫാത്തിന്റെ സമയത്തും അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്നുവെച്ചാൽ അളിയന്മാരാണ് ഇവരുണ്ടാവും. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ മിസ്വാക്ക് ചെയ്യാണ്, ഇങ്ങനെ വായിച്ചിട്ട് മിസ്വാക്ക് അറാക്ക് കടിക്കണ്ടേ, സംസാരിക്കാൻ പറ്റൂല. പുന്നാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയമാണ്, വഫാത്തിന്റെ സമയം. എന്തേക്കും ആ സമയം? ആ സമയത്ത് നബിതങ്ങളുടെ സാഹസങ്ങൾ അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് നോക്കുന്നത് കണ്ടിട്ട് ജീവിതത്തിന്റെ കൂട്ടത്തിൽ തങ്ങളുടെ നോട്ടവും തങ്ങളുടെ ചിന്തകളും ഒപ്പിയെടുത്ത ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി തങ്ങളുടെ നോട്ടം മിസ്വാക്കിലേക്കാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മിസ്വാക്ക് വേണോ? നബിതങ്ങൾ ആംഗ്യം കാണിച്ചപ്പം ആ മിസ്വാക്ക് വാങ്ങി അതിന്റെ ഇപ്പുറത്തെ തല ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച് അതിനെ പാകപ്പെടുത്തി. എന്നിട്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ അവരിങ്ങനെ തേച്ചു കൊടുത്തു. അത് നബിതങ്ങൾ സാഹസങ്ങളുടെ അന്ത്യസമയമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മറ്റു ഭാര്യമാർക്ക് കിട്ടാത്ത പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, എന്റെ ഉമ്മനീരും അള്ളാഹുവിന്റെ റസൂൽ സാഹസങ്ങളുടെ ഉമ്മനീരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോഴും നബിതങ്ങൾ സാഹസം തങ്ങളുടെ ആഗ്രഹം മിസ്വാക്കാണ്. മിസ്വാക്ക് ചെയ്യുന്നവർക്ക് മരണസമയത്ത് കലിമ എളുപ്പമാകും എന്ന് ഉലമാക്കൾ എഴുതുന്നുണ്ട്. മിസ്വാക്കിന്റെ ഫളായിലിന്റെ കൂട്ടത്തിൽ എഴുതാൻ മരണസമയത്ത് കലിമ എളുപ്പമാവും മിസ്വാക്ക് ചെയ്താൽ. കറുപ്പ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, കഞ്ചാവ്, അതിന്റെ സാധനങ്ങളൊക്കെ, പുകവലി മുതൽ തുടങ്ങുന്ന ആ സാധനങ്ങളൊക്കെ
അത് വലിക്കുന്നവർ, അത് ഉപയോഗിക്കുന്നവർക്ക് മരണസമയത്ത് കെലിമ പ്രയാസവും. ഉമ്മത്ത് നിറച്ചും കഞ്ചാവിലുള്ളത്. ഇപ്പോൾ ഉമ്മത്തിനെ പറ്റി ഒരു ഫിക്കുറിക്കും നോക്കൂല്ല. നമ്മൾ നബിതങ്ങളെ സ്വന്തം ആളാണ്. ഏടെങ്കിലും കൊച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നബിതങ്ങളെ മുഴുവൻ ആളും ഞാനാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നബിതങ്ങൾ ശാസനങ്ങളെ വേദന ഏറ്റവും വലിയ സുന്നത്ത് അതാണ്. അത് ഏറ്റെടുക്കും. എന്നിട്ട് ഉമ്മത്തിന് ഇത് പഠിപ്പിച്ചു കൊടുക്കും. ഈ ഇരിക്കുന്ന ഞാനങ്ങൾ ആലിക്കും. വഫാത്തിന്റെ സമയത്തും തങ്ങളുടെ കണ്ണ് മിസ്വാക്കിലേക്ക്, ലൗലാ അന്ന സുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്, എന്റെ ഉമ്മത്തിനെങ്ങാനും പ്രയാസം ഉണ്ടാവും നിങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഓ വല്ലാത്തൊരു കരുണുള്ള നബി, അത് പറഞ്ഞാൽ മതിയായിരുന്നു, ചെയ്തേനെ. പക്ഷല്ല എന്റെ ഉമ്മത്തിയൊക്കെ ഭാരാവോ, ഉമ്മത്തികൾ അതിന്റെ മേൽ പ്രയാസപ്പെടരുത്. ലൗലാ അന്ന സുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്, നാം അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നേ. നിങ്ങളുടെ പ്രയാസം, എന്റെ ഉമ്മത്തിന്റെ പ്രയാസം ആലോചിച്ചിട്ടാണ് ഞാൻ കൽപ്പിക്കാതിരുന്നത്. എന്റെ മനസ്സ് കൊതിക്കിട്ട് കൽപ്പിക്കാൻ, പക്ഷെ ഉമ്മത്തിന് പ്രയാസമാവെന്ന് ഭയപ്പെട്ടിട്ടാണ്. ഞാനിങ്ങളും മരിക്കാൻ സമയത്ത് മിസ്വാക്ക് കിട്ടുന്ന വിചാരിച്ച് നിൽക്കാൻ. ജീവിതകാലത്ത് ആഫിയത്തും ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഒരു മിസ്വാക്കിന്റെ കൊള്ളി പിടിക്കാൻ ഭാഗ്യം കിട്ടാത്തവ മരിക്കാൻ നേരത്ത് കെലിമയും കൊള്ളി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. മൊബൈൽ മുഴുവനും അതിന്റെ പവർ ബാഗും പോക്കറ്റിലിട്ട് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിനക്ക് എന്തുകൊണ്ട് ഒരു മിസ്വാക്കിന്റെ കൊള്ളി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടന്നൂടാ? അത് നിനക്ക് നിന്റെ ബാക്കി നീ അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ചിന്തകൾക്കും ബുദ്ധികൾക്കും അവരുടെ സ്റ്റൈലിനും ഒരു പക്ഷേ മാറ്റമായിരിക്കാം. വായലെടുത്തത് പിന്നെ പോക്കറ്റിടൽ എവിടുത്തെ വൃത്തിയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവാം. നല്ല പോലെ ശ്രദ്ധിച്ചോ, നിന്റെ ഈ വൃത്തി നിന്റെ നരകത്തിൽ കത്തിച്ചു തീർത്താലേ നിന്റെ ആ വൃത്തി തീരുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയൊരു വൃത്തിന്റെ ആൾക്കാർ നമ്മളാവണ്ട. എനക്കാളും വലിയൊരു വൃത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നബിനൊന്നും പറ്റാത്തവനാവും. ജൂതനും നസ്രാണിയാണോ നിന്റെ വൃത്തിയുടെ ആധാരവും അളവ് പോലും? ഈ കണ്ട മൊബൈൽ ഫോൺ വലിയ വലിയ ചട്ടി പലകി പോലുള്ളത് കൊണ്ടിറക്കാൻ പറ്റണ നിങ്ങൾക്ക് ഒരു അറാക്കിന്റെ കൊള്ളി ഉണ്ടാക്കാൻ പറ്റൂലേ? മഹബത്ത് എന്ന വേറൊന്നല്ല സഹോദര. ആ നബിതങ്ങളോടുള്ള ഇഷ്ടം ഹൃദയത്തേക്ക് കയറിയാൽ നബിതങ്ങൾ ശാസ്ത്രങ്ങളെ പോലെ ആവൽ എളുപ്പമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലുള്ളവർ റളിയല്ലാഹു അൻഹുമ അവർ നബിതങ്ങൾ ശാസ്ത്രങ്ങൾ സുന്നത്തിന് അപ്രകാരം ഒപ്പിയെടുത്തവരാണ്. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബട്ടണ് ഇട്ടിട്ടില്ല. ബട്ടൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ മുള്ളോ കൊളത്തോ എന്തോ അത് ഇട്ടിട്ടില്ല. നബിതങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഹുജറ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വന്നപ്പം ഒരാളത് കണ്ടു. നമ്മളാണ് എന്താ പറയുക, ഞാൻ ഇപ്പൊ കുപ്പായ കൊടുക്കില്ല, അതുകൊണ്ട് കയറിയാൽ ഫസ്റ്റ് കാണാൾ പറയും കൊടുക്കുന്നറിയും. അവിടുന്ന് ചെല്ലിപ്പടുത്ത് മന്ത്രി പറയും കൊടുക്കുന്നറിയും. ചില ഇട്ടും തരും. പക്ഷെ ഒരു സഹാബി ഒരു മുള്ളു കൊണ്ടായി കുത്തിക്കൊടുക്കാനല്ല ശ്രമിച്ചത്. സഹാബി ചെയ്തത് കുത്തിയ മുള്ള് സ്വന്തം കുപ്പായത്തിൽ നൂരി. എന്നുവെച്ചാൽ ഇപ്പൊ മുഹമ്മദ് സാസങ്ങളെ കുപ്പായത്തിന് കൊടുക്കില്ല, അതുകൊണ്ട് ഇക്കും കൊടുക്കുവേണ്ട. ഈ ഇത്തിബാണ് അല്ലാഹു അവന്റെ റസൂൽ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ മുഹമ്മദ് സാസങ്ങളാവലല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ആരാകാം? ഈ നബിയെ സ്നേഹിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ. ഇതാരെങ്കിലുമൊക്കെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കണ കണ്ടിട്ട് അവരെ വിമർശിച്ചും അവരെ കുറ്റം പറഞ്ഞിട്ടും നമ്മൾ രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിക്കണ്ട. നബി തങ്ങൾ സാസൻ തങ്ങളെ ഇഷ്ടപ്പെടാതെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കാലുവെക്കാൻ കൂടി പറ്റൂല. ആരും അത് വിചാരിച്ചു വരണ്ട. കാരണം ആ ഹബീബില്ലാതെ അള്ളാഹു ആരെ ഏറ്റെടുക്കൂല. ഖുൽ ഖുൽ നബിയെ തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞേക്ക്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അവിടെ ആവണമെന്ന് വാക്യൊന്നുമില്ല, ആണെങ്കിൽ നബിയെ അവരോട് പറഞ്ഞേക്ക് ഫത്തബിഊനി, എന്നെ പിൻപറ്റാൻ പറഞ്ഞേക്ക്. നബിയെ തങ്ങളെ പിൻപറ്റാൻ വേണ്ടി പറഞ്ഞേക്ക്. തങ്ങളെ പിൻപറ്റുന്നവർക്ക് മാത്രമേ അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയൂ. ജൂതനെ നസ്രാണിനെ പിൻപറ്റുന്നവൻ എങ്ങനെ കഴിയാ? ശിബിരം ബിശിബിർ, ചാണാണ് എന്നെല്ലാം ഓരോ കോലത്തിലായി. തുണി കുപ്പായൊക്കെ ആരെങ്കിലും ഒരാള് ഒന്ന് കെരിയാണിന്റെ മുകളിൽ പാന്റ് കയറ്റിയ ഓനൊരു 2ാം നമ്പർ, ഓനത്തിനും പറ്റാത്തവൻ, കാലഘട്ടത്തിന് പറ്റാത്തവൻ. മറ്റോ ട്രൗസർ ഇട്ടാല് ഓൻ ഭയങ്കര മോഡേന്, ഓനെല്ലാത്തിനും പറ്റുവന്. പാന്റ് നിലത്ത് കിട്ടിട്ട് ചവിട്ടിയ ഓൻ എല്ലാത്തിനും പറ്റുന്നവൻ, ഒന്ന് കേട്ടിട്ട ഓനൊന്നിനും പറ്റാത്തവൻ. ഇവിടുന്ന് മനസ്സിലാക്കിക്കൂടെ സഹോദര, ചോറാണ് തിന്നണമെങ്കിൽ ഇത് ജൂതന്റേതാണ്, മറ്റേ മുഹമ്മദ് സഹാസൻ തങ്ങളുടേതാണ്. നബിതങ്ങളുടെ സുന്നത്ത് അത്ര യക്കീനും ഉറപ്പുമില്ലാത്തവന് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല.
നബി തങ്ങൾ ശാസനങ്ങളുടെ ഹദീസിലുണ്ട്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ എന്റെ സുന്നത്തുകൾക്ക് അവർക്ക് പ്രയാസമാവും. എത്ര പ്രയാസമാവോ? ഖൽ ഖാബിദ് അലൽ ജമൽ, തീക്കട്ട പിടിച്ച മയിലുണ്ടാവും. തീക്കട്ട പിടിച്ച എങ്ങനെ ഉണ്ടാവും? തീക്കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. ചൂടുള്ള ഇറച്ചിയല്ല, തീക്കട്ട പിടിച്ച മയിൽ. എന്റെ വാക്കല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. എന്റെ സുന്നത്ത് അത്ര പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സുന്നത്താന്നൊക്കെ അറിയാം, നമുക്ക് വെക്കാൻ കഴിയില്ല, നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയില്ല, ഒരു മിസ്വാക്ക് കൊണ്ടെടുക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു സുന്നത്ത്, എന്ത് സുന്നത്ത് നമ്മളതിലുള്ളത്? എന്ത് സുന്നത്ത് നമ്മളതിലുള്ളത്? നമ്മളെ കോലും നമ്മളെ ജീവിത രീതി മൊത്തം നബിതങ്ങളുടെ സുന്നത്തിൽ നിന്ന് ഖാലിയാണ്. നമ്മളാണ് നബിതങ്ങളെക്കാളും ഭയങ്കര ആൾക്കാരാണ്. ആ സ്നേഹം കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ആ സ്നേഹം കൊണ്ട് അബൂതാലിബിന് കാര്യം കിട്ടിയിട്ടില്ല. എനിക്കറിയാം എന്റെ സഹോദരപുത്രന്റെ ദീനാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കറിയാം. ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദ് മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ലോകത്തിലെ ഏറ്റവും വലിയ ദീനിൽ ഏറ്റവും നല്ല ദീൻ എന്റെ കുട്ടിന്റെ, എന്റെ സഹോദരപുത്രന്റെ മോന്റെ ദീനാണെന്ന് എനിക്കറിയാമെന്ന് അബൂതാലിബ് പറഞ്ഞിട്ടുണ്ട്. അബൂതാലിബ് വലിയ മഹബത്തിലും ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ ഇത്തിബായിനും കെലിമക്കും അബൂതാലിബിന് സാധിച്ചില്ല. എനിക്കും നിങ്ങൾക്കും കെലിമക്കും ഇത്തിബായിനും സാധിക്കില്ല. കെലിമണ്ട് എന്ന് ഞാനിങ്ങളും പറയാണ്. കെലിമണ്ടെന്ന് എങ്ങനെ അറിയാൻ കഴിയില്ല. കാരണം അത് ഹൃദയത്തിലാണത്. അറിയാൻ പറ്റുന്ന സാധനമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് നമ്മളെ പുറത്തെ ജീവിതത്തിൽ ആണ് കാണുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒളിപ്പിക്കാനും കഴിയില്ല. എന്നുവെച്ചാൽ വ്യക്തമായിട്ട് അറിയാം എന്റെ കെലിമണ്ടോ ഇല്ലേ എന്നുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹ് ആ കെലിമന്റെ ജുസുവിനെ, ആ കെലിമന്റെ ഭാഗത്തിനെ, അതിന്റെ ജനാസ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. നമ്മൾ എണ്ണി നോക്കി, നിങ്ങളെ വീട്ടിൽ എന്ത് സുന്നത്താണുള്ളത്, ജീവിതത്തിലേക്ക് നോക്കി എന്ത് സുന്നത്താണുള്ളത്, ഒന്നെണ്ണി നോക്കി എന്ത് സുന്നത്തുണ്ടാവും? മിസ്വാക്കുണ്ടോ? മിസ്വാക്ക് ഉണ്ടാവില്ല. നിത്യമായി ഉദു ഉണ്ടാവില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിന് മാത്രമേ നിത്യമായി ഉദുവിലായിട്ട് കഴിയാൻ പറ്റുള്ളൂ. നമുക്ക് ഉദു എടുക്കാൻ കഴിയോ? നല്ല സംവിധാനങ്ങളുണ്ട്, സകല സംവിധാനങ്ങളും എല്ലായിടത്തും പൈപ്പും വെള്ളവും കാര്യമൊക്കെ ഉണ്ട്. ഒന്ന് മൂത്രയിച്ച് വന്നാൽ ഒരു ഉദു എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പള്ളി കയറി മൂത്രയിക്കും, ഉദു എടുക്കാതെ പോകും. ഇവനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന ആൾക്കാർ. വീട്ടിൽ പൈപ്പുണ്ട്, ഉദു എടുക്കണം. ദായിമുൽ ഉദു മുഅ്മിന് മാത്രമേ സാധിക്കുള്ളൂ. ഉറപ്പോഴും ഉദുവിലായിരിക്കും ഉണ്ടാവുക. കാരണം പിശാചിന്റെ വിളയാട്ടങ്ങളിൽ നിന്നോ രക്ഷപ്പെടും. കോപം വന്നാൽ ഉദു എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഉദു ഉണ്ടായാൽ അള്ളാഹു അവനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഏത് കാര്യത്തിലുള്ളത്? ഭക്ഷണം കഴിക്കൽ, വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന രീതി ഏതാ? സുന്നത്താ? നിങ്ങളെ വീട്ടിൽ എത്ര സുന്നത്തുണ്ടെന്ന് ചോദിച്ചു നോക്കി. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വീട്ടിലെ ഈ നബിതങ്ങൾ സാഹസങ്ങള് ബിദ്അത്ത്, തങ്ങളുടെ സുന്നത്ത് പോയി ബിദ്അത്തിൽ ആദ്യമായി വലിയ പരിഗണനയോട് വന്നത് ഉയരങ്ങളിൽ ആഹാരം കഴിക്കലാണെന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, മാ അക്കല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖിയ, തങ്ങൾ ചാരി ഇരുന്നിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. ഇന്നമാ അന അബ്ദുൻ അഅകുലു കമാ യഅകുലുൽ അബ്ദ്, ഞാൻ അടിമയാണ്, ഞാൻ ഒരു അടിമ ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് വരി. ഏത് സുന്നത്താണ് നമ്മുടെ വീട്ടിലുള്ളത് നിങ്ങൾ പറയും. ഞാൻ സുന്നിയാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ദീനിന്റെ ആളാണെന്ന് പറയാൻ പറ്റും. സുന്നത്ത് ഏതാണുള്ളത് എന്ന് പറയും. എല്ലാവരോടും ഞാൻ പറഞ്ഞത്, അല്ലാതെ സുന്നി എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിനോടല്ല. ഏതെല്ലാം ആൾക്കാർ എല്ലാവരും പറഞ്ഞത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ് ഞാനെന്നാണ്. എന്ത് സുന്നത്താണുള്ളത്, എന്ത് ജമാഅത്താണ് നമ്മളിൽ ഉള്ളത് എന്ന് പറയും. കണ്ടാ മനസ്സിലാവോ ഈ ഒരു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളാണെന്ന്, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടാലറിയോ? എന്റെ വീട്ടിൽ വന്നാലറിയോ? എന്റെ ഭാര്യനെ കണ്ടാലറിയോ? എന്റെ മക്കളെ കണ്ടാലറിയോ? എന്റെ വീടിന്റെ കോലങ്ങൾ കണ്ടാലറിയോ? അവിടുത്തെ ഉറങ്ങലും ഭക്ഷണം കഴിക്കലും യാത്രയും കണ്ടാലറിയോ? എന്ത് കണ്ടാലറിയാം? പിന്നെ എന്റെ ജനാസ കണ്ടാലറിയും. ഇതേതോ ഒരു ഉമ്മത്തിന്റെ ജനാസയാണെന്ന്. പക്ഷെ ജനാസ കണ്ടറിഞ്ഞിട്ട് കാര്യമില്ല. ജനാസക്ക് നിർവാഹം കഴിഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ അവരവരെ പാർട്ടിന്റെ കൊടി വെച്ചിട്ട് പുഞ്ഞ് കൊണ്ടുപോയാനെ വരും താമസം തീരാ. അന്നറിഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു മുഹമ്മദിയാണെന്നില്ല അഭിമാനം കൊള്ളണം. സുന്നത്തെടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടേണ്ട വീടുകളിൽ നിന്ന്, പുറത്താക്കപ്പെടേണ്ട മഹല്ലുകളിൽ നിന്ന്, നാടുകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയതിന്റെ പേരിൽ പോയിക്കോ ഖബർസ്ഥാനിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബ് നിന്നെ കൈനീട്ടി സ്വീകരിക്കും.
ജൂതനെ പോലെ ഭൂമിയിൽ 1000 കൊല്ലം ജീവിക്കണേക്കാൾ നല്ലത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയായി 1 മണിക്കൂർ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് ജീവിക്കണം. ഭാര്യനെയും കുട്ടികളെയും കുടുംബത്തിനെയും കൊണ്ടടന്ന് നബിതങ്ങളുടെ കൈയൊഴിഞ്ഞ് ജീവിക്കുന്നവർ നാളെ മഹ്ശറിലെത്തുമാരെ അതിന്റെ കഥ. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സുന്നത്ത് ഉപേക്ഷിക്കുന്നത്? ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്? ഭാര്യന്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടാണോ? സമ്പത്തിന് വേണ്ടിയിട്ടാണോ? കച്ചവടത്തിന് വേണ്ടിയിട്ടാണോ? പാർട്ട്ണർക്ക് വേണ്ടിയിട്ടാണോ? മുതലാളിക്ക് വേണ്ടിയിട്ടാണോ? ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്കെല്ലാവരെക്കാളും വലിയ ബന്ധം എന്റെ അള്ളാഹുവിനോടും എന്റെ റസൂലിനോടാണ് എന്ന് ആരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചോ ഒരു വിലക്കാൻ ഒരു പടപ്പിന് കഴിയുന്നത് ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് സഹാബാക്കളുടെ മുന്നിൽ റോമും കൈസറും കിസ്രയും എല്ലാം മുട്ടുകുത്തിയത്. അവരവരുടെ കെലിമയിൽ നിന്ന്, അവരവരുടെ ഈമാനിൽ നിന്ന്, മുഹമ്മദ് സല്ലല്ലാഹു സുന്നത്തിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിക്കാൻ അവർ തയ്യാറായില്ല. ഒരു സഹാബിനകത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് യാത്ര അയച്ചു. ഒരു കൊട്ടാരത്തിലെത്തി. അപ്പൊ അവര് വളരെ ആദരവോട് കൂടി ഉമർ റളിയല്ലാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പാത്രം വൃത്തിയായിട്ട് പഠിച്ചു. പാത്രം പഠിക്കണ കണ്ടപ്പോ തൊട്ടടുത്തുള്ള ആള് പറഞ്ഞു, സദസ്സിനെ രാജസദസ്സിനെ അപമാനപ്പെടുത്തിയിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പതുക്കെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പറഞ്ഞു, ഈ കാണുന്ന വിഡ്ഢിയേക്ക് വേണ്ടിയിട്ട് എന്റെ ഹബീബിന്റെ സുന്നത്തിനെ ഞാൻ ഉപേക്ഷിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അവരെ പേരാണ് റിജാൽ എന്ന് ഖുർആൻ പറഞ്ഞത്. നിങ്ങളെയല്ല, റിജാൽ ആൺകുട്ടികളാണ്. അവരാണ് ആൺകുട്ടികൾ. ഓർക്ക് രാജാവും കണക്കാണ്, പ്രജയും കണക്കാണ്. ഓർക്ക് മുഹമ്മദ് സാഹസങ്ങളെ മാത്രമേ അറിയുള്ളൂ. എനിക്കും മുഹമ്മദ് സാഹസങ്ങളെ അറിയില്ല. ബാക്കി എല്ലാരെയും അറിയാം. എല്ലാവരോടുള്ള കടമ അറിയാം, എല്ലാവരോടുള്ള മഹത്വം അറിയാം, എല്ലാവരോടുള്ള എങ്ങനെയാണ് എല്ലാരെയും കൊണ്ടെടുക്കേണ്ടത് അതും അറിയാം. ഇല്ല സഹോദര, ഇല്ല. ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് മറക്കണ്ട. ഒരു ജീവിതമേ ഉള്ളൂ. അത് പരീക്ഷിക്കാൻ വേണ്ടി അയച്ചതാണ്. ആരാണ് അള്ളാന്റെ ആള്, ആരാണ് മുഹമ്മദ് സാഹസങ്ങളുടെ ആള് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമായി പരീക്ഷയിൽ ഞാനൊരു അള്ളാന്റെ അടിമയാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിയാണ്, ഞാനൊരു മുഹമ്മദിയാണ് എന്ന് തെളിയിച്ച് ഭൂമിയിൽ നിന്ന് മരിച്ചുപോയാൽ ഓൻ അള്ളാഹു രക്ഷപ്പെടുത്തും. ബാക്കിയുള്ളവരൊക്കെ കഥ നാളെ മഹ്ശറിലെത്തിയിട്ട് കണ്ടറിയാം. അതുകൊണ്ട് നബിതങ്ങളുടെ സാഹസങ്ങളെ മറക്കാൻ പറ്റില്ല ഉമ്മത്തിന്. അത് റബീഉൽ അവ്വലിൽ മാത്രം ഓർക്കുക എന്നുള്ളതിനോട് മാത്രമേ നമുക്ക് വിയോജിപ്പുള്ളൂ. ജീവിതം മുഴുവനും ഓർക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് റബീഉൽ അവ്വലെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അതും നല്ലത് എന്നുള്ള അഭിപ്രായക്കാരൻ അതിന്റെ അഭിപ്രായം. അങ്ങനെ റബീഉൽ അവ്വൽ കൂടി ഇല്ലെങ്കിൽ അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് നബിതങ്ങളുടെ സാഹസങ്ങളെ ഈ മാസത്തിൽ, ഈ റബീഉൽ, ഈ വസന്തത്തിൽ നമ്മൾ ഉറപ്പായിട്ട് തീരുമാനം എടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ സുന്നത്ത് കൊണ്ടുവരും. അതിന് എന്ത് നഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനോടാണ് മഹബത്ത്. അത് നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമാക്കണം. ഇല്ലെങ്കിൽ ചപ്പു ചവർണ്ണ പോലെ ഭൂമിയിലെ തൊലിപ്പുറത്ത് ജീവിച്ച് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് പോലെ ഒടുങ്ങി കുഴിമാടങ്ങളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇന്ന് അവസരമാണ് സഹോദര, ഇന്ന് അവസരമാണ്. ഒന്നുകിൽ തൗബ ചെയ്യും. തീർച്ചയായും തൗബയും സുന്നത്തുകളിലേക്ക് ധൃതി കാണിക്കും. ഇൻഷാ അല്ലാഹ് സുന്നത്ത് കൊണ്ടുവരണം. മിസ്വാക്ക് ഇന്ന് ചാലാവും. മിസ്വാക്കോട് കൂടി ഉളു എടുത്താൽ എന്നിട്ട് ഒന്ന് നിസ്കരിച്ചാൽ 70 നിസ്കാരത്തിന്റെ പ്രതിഫലം ഉണ്ടാവും. എത്ര 70 ജുമാക്ക് എനിക്ക് 70 ജുമാന്റെ കൂലി കിട്ടും. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എത്ര കിട്ടും? എന്തിനാ ഭൂമി ജീവിക്കണേ? ചില്ലറ പൈസന്റെ അടക്ക ഇവിടുന്ന് നാളെ കീശേരി കൊണ്ടുപോയി കൊടുത്താൽ, അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റ് കടങ്ങാത്തൂട്ട് കൊണ്ടുപോയി കൊടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് കൊണ്ടുപോയി കൊടുത്താൽ 3 പൈസ ഏറെ കിട്ടും തന്നെ കെട്ടിയെടുത്ത് പോകുന്ന സമുദായമാണെന്ന്. ഒരു പോക്കറ്റിലേക്ക് ഒരു മിസ്വാക്കിന്റെ കഷ്ണം വെക്കാൻ നിനക്ക് പറ്റൂലെങ്കിൽ നീ ഏത് മുഹമ്മദ് സാഹസങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്? നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കും. അതുകൊണ്ട് തീരുമാനമാവണം. എവിടെങ്കിലും ബൈ ചാൻസ് റോഡിന്റെ അരികിൽ കിടന്ന് മരിച്ചാലും ആരെങ്കിലും പോക്കറ്റ് തപ്പുമ്പോൾ ഒരു കഷ്ണം കിട്ടിയാൽ മനസ്സിലാവും ഇവൻ ആരാണ്. പറയുന്നത് ഇവനൊരു മുഹമ്മദിയാണെന്ന് മനസ്സിലാവും. ഇതൊരു ഐഡന്റിറ്റിയാണ്. റൈഫിളും മറ്റേ സാധനവും എന്നല്ല നമ്മളെ ആയുധം സുന്നത്തുകളാണ്. നമ്മളെ ആയുധം സുന്നത്താണ്. ആ റൈഫിള് മറ്റേ അത് AK-47 അതിനൊക്കെ ഉള്ള പാച്ചില സമുദായമുള്ളത്. ആയുധം മിസ്വാക്കാണ്. സുന്നത്തില്ലാത്തവൻ എന്തും
അതുകൊണ്ട് മിസ്വാക്ക് ലാസിം പക്കടും നിർബന്ധമായിട്ട് മിസ്വാക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. 70 അസറിന് വരുതിയാൽ 70 മരിക്കുന്ന സമയത്ത് കെലിമട്ടു പല്ലിന് ശക്തി ഉണ്ടാവും. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നബിതങ്ങളുടെ സാഹസങ്ങളുടെ സുന്നത്താണ്. ജനങ്ങൾ സുന്നത്തിനെ ഉപേക്ഷിക്കുമ്പോൾ അതിനെ ജീവിപ്പിക്കുന്നവർ അവർക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും, അല്ലെങ്കിൽ 1 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. റിവായത്തുകളിൽ വ്യത്യാസമുണ്ട്. 1 ഷഹീദിന്റെ കൂലി കൂട്ടിക്കൊള്ളി. അതുകൊണ്ട് മിസ്വാക്ക് പിടിക്കുകയും ചെയ്യാവുന്ന താടി വെക്കണം. കണ്ടാൽ എല്ലാവരും അസ്സലാമു അലൈക്കും പറയണം. ആരെ കണ്ടാൽ നമ്മളെ കണ്ടാൽ അസ്സലാമു അലൈക്കും. നമ്മൾ പോയി നോക്കി ഏത് ഗല്ലി കൂടെ പോയാലും അസ്സലാമു അലൈക്കും പറയും. ഏത് ഗല്ലി കൂടെ പോയാലും എവിടെ ചെന്നാലും പറയും. സംശയിക്കണ്ട. നമ്മളെല്ലാ തിന്മകളിൽ ആൾക്കാർ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരും. ഒരു നാട്ടിൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു മര്യാദയ്ക്ക് ഇങ്ങനെ സ്ഥലം കാണില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഹലാൽ നെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കയറാം. അവിടെ പോയി നോക്കിയപ്പോ നടുക്ക് ഒരു കുരിശ്, സൈഡില് ഒരു ഗണപതി, ഇപ്പുറത്തൊരു മക്കി, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഉസാറായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. പോയിക്ക് മനസ്സിലായത് സാർ. ഞാൻ അങ്ങനെ അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ സപ്ലൈ എന്നോട് പറഞ്ഞു, ഞാൻ ചെന്ന് ഹലാൽ അത് അറബികളൊക്കെ അവിടെ വരുമ്പോ എഴുതിയതാണ്. എന്ത് അറബികളൊക്കെ അവിടെ വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അറബികളൊക്കെ വരലുണ്ട്. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചു, നമ്മളെ കോലതല്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സുന്നത്തില്ലെങ്കിൽ എല്ലാം തിന്നു. അതുകൊണ്ട് എവിടെ പോയാലും മുഹമ്മദിയായി, ബസാറിൽ പോയാലും സലാം പറയേണ്ട ആൾക്കാർ. നിബിധങ്ങളുടെ സാഹസങ്ങൾ അതീതിന്റെ താല്പര്യം അതാണ്. അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയാം. അറിയുന്നവർക്ക് സലാം പറയല്ലോ, ഓക്കെ. അറിയാത്തവർക്ക് എങ്ങനെ സലാം പറയാം? ധാരാളം അറിയില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ പേരറിയില്ലെന്നല്ലോ. മുസ്ലിം എന്ന് കണ്ടാല് അവിടേക്കെങ്കിലും മിനിമം നമ്മളെത്തി. അല്ലാണ്ട് നമ്മൾ ദീൻ ഇങ്ങനെ ഉരുട്ടി നെഞ്ഞ് നിറച്ച് ദീനാന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു നിബിധങ്ങ സാഹസങ്ങളെ സുന്നത്ത് എടുക്കാൻ പറ്റാത്തവന്റെ ഉള്ളിൽ എത്ര ഈമാൻ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മുഹമ്മദ് റസൂലിനെ ഒളിപ്പിക്കാൻ കഴിയില്ല വഴി. അത് കെലിമന്റെ ജുസ്ആണ്. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യണം. നിത്യമായി ഉളു എപ്പം മുറിഞ്ഞാലും ഉളു എടുക്കണം. മരിക്കുമ്പോൾ നമ്മൾ ഉളുവിലായിട്ട് എന്താണ് മരിക്കണം. അത് മൊറിണ്ടോ ഇല്ല എന്നുള്ള ശ്രദ്ധിക്കും എപ്പോഴും മനുഷ്യൻ. അപ്പൊ അവന്റെ ജീവിതത്തിൽ ചിട്ടകൾ ഉണ്ടാവും. വെള്ള വസ്ത്രം ഇടുന്ന ആൾക്കാർ, കളറിടുന്ന ആൾക്കാർ ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താണ് പറഞ്ഞാൽ ഇടയ്ക്ക് ചളിയാവും. എപ്പോഴും ചളിയാണ്. എനിക്ക് തീരെ സൂക്ഷിക്കാൻ അറിയില്ല. പിന്നെ നമ്മളൊക്കെ അതിന്റെ സൂക്ഷിക്കലിന്റെ PhD എടുത്ത ആൾക്കാരൊന്നല്ല. പക്ഷെ വെള്ളട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ മോൻ സൂക്ഷിക്കാൻ തുടങ്ങും. മോൻ ഇരിക്കും, ആടൊന്ന് ശ്രദ്ധിക്കും, മോൻ ചാരുമോ, വണ്ടിമൊക്കെ കായ് ഇങ്ങനെ പോകുമ്പോൾ നോക്കുകയാണ് ചളിണ്ടോ. അവന്റെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാവും. കണ്ടോടത്തൊന്നോ ചാരൂല, കണ്ടോടത്തൊന്നോ ഇരിക്കൂല. ഇതേപോലെ തന്നെയാണ് ഉദുവായിട്ട് പോകുമ്പോൾ ഓൻ അവിടെ ഇവിടെ തുടലും പിടിക്കലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുക. കാരണം ഓൻ അള്ളാഹുവിന്റെ ചിന്തയിൽ ജീവിക്കുന്ന ആളാണ്. ചെയ്യങ്ങള് വേറെന്ത് സുന്നത്തങ്ങൾ കൊണ്ടുവരിക? സുന്നത്തായ രീതിയിൽ ഇന്ന് ഉമ്മത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങളാണ്. പെൺകുട്ടികൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, ചാടുകയാണ്. അതിനൊക്കെ തീർക്കാനുള്ള പല പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായ കാര്യം നമുക്കറിയില്ല. എന്താണ് കാര്യം തന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. തങ്ങൾ ആദ്യം ചെയ്ത പണി ഈ ഉമ്മത്തിൽ ഒരു പാത്രത്തിലിരുന്ന് ഈ ഉമ്മത്തിനെ ഭക്ഷിപ്പിച്ചു. കറുത്ത ബിലാലിനെയും ചുമന്ന സൽമാനെയും സുഹൈബിനെയും ഉമർ ബിൻ ഖത്താബിനെയും തുടങ്ങി ഈ സഹാബാക്കളെ മുഴുവനും ഒരു പാത്രത്തിൽ നിന്ന് തിന്നാൻ തുടങ്ങി. അതോടുകൂടി മഹബത്തായി. ഹൃദയങ്ങൾ തസ്ബീഹ് മാലകളുടെ മണികളെ പോലെ ഒട്ടി നിൽക്കാൻ തുടങ്ങി. ഉമ്മത്തിന് അതില്ലാതാക്കി. പഴയ കാലത്ത് കല്യാണങ്ങൾക്കുണ്ടായിരുന്നു വീട്ടിൽ പഴയ മച്ചുന്യൻ എന്ന് പറഞ്ഞപ്പോൾ ചെക്കന്മാർക്ക് തന്നെ അറിയില്ല. വല്യാപ്പന്റെ അഞ്ചന്റെ മക്കളൊക്കെ നമ്മളെ സ്വന്തം കുടുംബക്കാരെ. ഇപ്പൊ സ്വന്തം അഞ്ചൻ തന്നെ നിങ്ങൾ നേരെ നിൽക്കും ആൾക്കാർ. കാരണം ഓരോ ഇടപാടൊക്കെ കണ്ടാൽ നേരെയും അല്ല മനസ്സിലാക്കുക. അന്ന് വല്യാപ്പന്റെ അഞ്ചന്റെ മക്കളെങ്ങനെ വരുന്ന ഓരൊക്കെ നമ്മൾ ആൾക്കാരാണ്. എന്താ അന്ന് ഒരു പാത്രത്തിൽ തിന്നലുണ്ടായിരുന്നു കല്യാണങ്ങൾക്കും ബാക്കിയുള്ളതിനൊക്കെ. അത് ഉമ്മത്തെ നേരത്തെ ഒഴിവാക്കി. അണുബാധ. എന്നിട്ട് ഒരണുമില്ലാതെ റാത്തായിട്ട് ഇപ്പൊ ഒരണുമില്ലല്ലോ. എല്ലാവർക്കും സെപ്പറേറ്റ് പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ ആയപ്പോ പിന്നെ ഒരണുമില്ലാതായി. നിപ്പ കിപ്പ കുപ്പ എന്നിങ്ങനെ വരികയാണ്. സുന്നത്ത് മനുഷ്യന്റെ ആഫിയത്തിനുള്ളതാണ്.
അതുകൊണ്ട് വീട്ടിൽ, ഇത് നാട്ടിലും ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മളോട് കഴിയില്ല, സ്വന്തം വീട്ടിൽ ഭാര്യ മക്കളും സ്നേഹത്തിൽ കഴിയാനുള്ള മാർഗമാണ് ഒരു പാത്രത്തിൽ കഴിക്കുക. എന്തകച്ചുണ്ടെങ്കിലും അടുത്ത നേരം തിന്നാനാവുമ്പത്തിന് അകൽച്ച മാറും. മക്കളെ സ്നേഹിക്കും. അപ്പൊ സ്നേഹം ഉണ്ടാവും. പപ്പടം മോൻകിട്ട് കൊടുത്ത്, മീന്റെ കഷ്ണം മോക്കിട്ട് കൊടുത്ത്, മോളിങ്ങോട്ട് വെള്ളം പറഞ്ഞു. മാഷാ എന്ത് സ്നേഹമുള്ള ജീവിതം ഉണ്ടാവും. ആ സ്നേഹമുള്ള ജീവിതത്തിൽ നിന്ന് പിന്നെ ഒളിച്ചോടാനൊന്നും കുട്ടിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇല്ല, മാഷാ. അല്ലാണ്ട് ഇതിങ്ങനെ ഒളിച്ചോടുന്നത് ഇങ്ങനെ നാർക്കോട്ടിക്ക് വെള്ളടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞാൽ അന്തല്ലാത്ത ചങ്ങന്മാരെ ഇതൊന്നല്ലേ. നമ്മളെ പണിയെടുക്കാത്തോണ്ടാണ്. മനസ്സിലായില്ലേ? നാർക്കോട്ടിക്കും മണ്ണാൻ കട്ടിയൊന്നല്ല. ആ ചങ്ങായിക്ക് ഒരു അന്തുമില്ല എന്ന് പറഞ്ഞാണ്. വെള്ളടിച്ചാലെന്ത്, കഞ്ചാവ് അടിച്ചാൽ എന്ത് സ്നേഹം. ഈ സ്നേഹം നമ്മളെ ഉമ്മത്തിൽ ഇല്ലാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മൂമിനാവുന്നവരെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മൂമിനാവൂല. എന്താണ് പറഞ്ഞത്? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, മൂമിനാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ എന്തും ആവൂല. എന്നുവെച്ചാൽ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് എവിടേക്ക് കയറാൻ പറ്റില്ല, സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. കാരണം നിങ്ങൾ മൂമിനാവൂല. അങ്ങനെ പറഞ്ഞു വിട്ടില്ല ഈ ഉമ്മത്തിനെ. നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ കരുണന്റെ കടലാണ്. തങ്ങൾ പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞേർത്തയോ, അത് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവും. ഇതിനേക്കാൾ അപ്പത്തെ എന്താ പഠിപ്പിച്ചില്ല. എന്നിട്ട് നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു, അഫ്ശുസ്സലാമ ബൈനക്കും, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ സലാമിനെ വ്യാപിപ്പിക്കുന്നു പറഞ്ഞു. നബിതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സലാം പറയൽ. സലാം പറഞ്ഞവന് 10 നന്മ, മടക്കിയവർക്ക് 1 നന്മ. സലാം പറയൽ സുന്നത്ത്, മടക്കൽ നിർബന്ധത്തിന് 1 നന്മ. പിന്നെ സുന്നത്തിന് 10. എന്താ ഈ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ സലാമായിട്ട് പറയണമെങ്കിൽ എന്റെ മനസ്സിന് അത്ര വിശാലത വേണം. അത് നോക്കിയിട്ടാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, അല്ല കൈകാര്യം. അതുകൊണ്ട് എല്ലാവരോടും സലാം പറയാം. ഇനി ഓനോട് സലാം പറയാൻ പറ്റുമോ, മുസ്ലിമാണ് നിസ്കരിച്ചാലൊക്കെ വരലുണ്ട്, ഓനോട് സലാം പറയാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ചാൽ നിൽക്കണ്ട. നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്തും സലാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കണോ വേണ്ടെന്നൊക്കെ ആര് തീരുമാനിച്ചോളൂ. ആകെ സ്കാൻ ചെയ്തിട്ട് അല്ല കൂടെ വെച്ച് സലാം പറഞ്ഞൊക്കെ ഓക്കെ, പക്ഷെ പിന്നെ കൊടുക്കാൻ പറ്റില്ല, ഇത് റിജക്ട് എന്നിട്ട് ആര് തട്ടിക്കോളൂ. അല്ലാണ്ട് നമ്മൾ റിജക്ട് ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായി ഞങ്ങൾക്ക്? ആയിട്ടോ? അതുകൊണ്ട് മുസ്ലിമിന്റെ ഷിയാറുള്ള മുസ്ലിമാണെന്ന് തോന്നുന്നേ, അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് മനസ്സല്ലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ആരെങ്കിലും മൻ സല്ല സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം. ആയിഷ കലിമയ്ക്ക് ശേഷം നമ്മളെ നിസ്കാരം നിസ്കരിക്കുന്ന ആള്, മൻ സല്ല സ്വലാത്തന, നമ്മളെ നിസ്കാരം നിസ്കരിക്കുന്ന ആള് എന്നുവെച്ചാൽ ചേകു പുറത്തായി നടത്തും. ഏത് ചേകു? കാരണം എന്താ പറയുക, ചേകു നമ്മളെ സലാത്തല്ല, അത് 3 മൻ സല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന, നമ്മളെ കിബിലക്ക് അഭിമുഖീകരിക്കാം. വഅകല ദബീഹതന, നമ്മളെ അടുത്ത് ഭക്ഷിക്കാം. ഫദാലിക്കൽ ഓ മുസ്ലിമാണ്. ഓനോട് ധൈര്യത്തിൽ 5 വക്ത് നിസ്കരിക്കാൻ വരുന്നുണ്ട്, ഏകദേശം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോ അവസ്ഥകളോ ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞോളൂ. എന്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാന്റെ റഹ്മത്തും സലാമും വേണ്ടാണ്ട്. മോള് മദ്രസ പോയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പറയാം. വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പറയാം, ഉമ്മനോട് അസ്സലാമു അലൈക്കും പറയാം, എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാന്റെ രക്ഷയും കരുണയും എന്റെ ഭാര്യക്ക് ഉണ്ടാവട്ടെ എന്ന് പറയാൻ എന്താ ഇത്ര മടി വേണ്ടേ? സലാം ഒരു വലിയ കാര്യമാണ്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം പറയും, ഞങ്ങളുടെ സ്നേഹം ഉണ്ടാവും. ഹൃദയങ്ങളെ ഇണക്കുന്ന ആൾ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹ് ഇണക്കിത്തരും. ഇത് സലാമില്ല, തിന്നലുമില്ല, ഒന്നുമില്ല. ആകെ ഒരു മൊബൈലും കുറച്ച് ബുക്കും പിന്നെ ഏതെങ്കിലുമൊക്കെ വലിയ ഏതെങ്കിലും പോസ്റ്റ് കൊണ്ട് ചേർത്തിട്ടുണ്ടാവും. എന്നിട്ട് ഓള് ചാടി പോണേ നാർക്കോട്ടിക് എന്ന് പറഞ്ഞ ചെങ്ങൈനൊക്കെ എന്താ കാട്ടണ്ടി? വെറുതെ അതും പറയാം. ഈ പേരേന്ന് സ്നേഹം കൊടുക്കില്ല, മകളെ കെയർ ചെയ്യാൻ പറ്റില്ല, ഓളെ കൂട്ടത്തിൽ തിന്നാൻ നേരമില്ല, ഓളോട് സലാം പറയാൻ നേരമില്ല. പിന്നെ കുട്ടികൾ പോയതിന് എന്താ പറയുക, ഭാര്യ 4 കുട്ടികളായിട്ട് അപ്പുറത്തോ
എന്തെങ്കിലും മുത്തേപ്പ് കേൾക്കുമ്പോൾ ചാടുണ്ടെങ്കിൽ അത് ഓളെ കുറ്റല്ല. ആരെ കുറ്റ? നമ്മളെ കുറ്റാണ്. നമുക്ക് ഓളെ കെയർ ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് ആവശ്യമുള്ള കെയറാണ്. അത് നബിതങ്ങൾ സാധനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ കയറുമ്പോൾ സലാം പറയും, വീട്ടിൽ നിന്ന് പോരുമ്പോൾ സലാം പറയും. നമ്മൾ പോരുന്നോ അറിയില്ല, നമ്മൾ പോകണമെന്നും അറിയില്ല. അതുകൊണ്ട് സലാം പുതുക്കണം, സലാം എല്ലാവരോടും പറയണം. ഏറ്റവും റബീഉൽ അവ്വലിന്റെ സമ്മാനാണ് ഒന്ന് സലാം പറയാൻ എല്ലാവരോടും. ഇന്ന് ഉമ്മത്തിൽ സലാമില്ല. ഖിയാമത്ത് നാളാവുമ്പോൾ വരുന്ന ഒരു ദൂഷ്യത്തിൽപ്പെട്ടതാണ് പരിചയമുള്ളവരോട് മാത്രം പരിചയമുള്ളവരോട് മാത്രം സലാം പറയാന്നുള്ളത് ഖിയാമത്ത് നാളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന് അവിടെ ഉള്ളത് നമ്മള്. അതുകൊണ്ട് ഇന്ന് ഈ കൂടി ആൾക്കാർ തീരുമാനമെടുക്കണം, സലാം എല്ലാവരോടും പറയണം. രണ്ടാമത്തേതോ മിസ്വാക്ക്. ഇല്ലെങ്കിൽ മൊബൈൽ എറിയ. എന്നാ അള്ളാരോട് പറയല്ലോ, കനം കൊണ്ടെടുക്കാൻ കഴിയാഞ്ഞിട്ടേ മൊബൈൽ എറിഞ്ഞു ഞാൻ. എന്നിട്ട് ഓക്കെ, അപ്പൊ കറക്റ്റ്. മൊബൈൽ ചട്ടി, അതിന് പവർ ബാങ്ക് കീശയിൽ ഒരു കൊള്ളിക്കശം ഉണ്ടാക്കാൻ കഴിയില്ല. മിസ്വാക്കോട് കൂടി ഇന്ന് ഊതു കൊടുക്കണം. പല്ല് ഒക്കെ ദുനിയാവിന്റെ പതായിൽ കുറെ ഉണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾ പല്ല് കൊടുക്കാനും ഓണന്നാനും വേണ്ടി തേക്കും. അത് വേണ്ട. നിങ്ങൾക്ക് നിബിധങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ തേക്കി ചെയ്യാ ഫുള്ള് ഉളു കൊടുക്കുക. എപ്പോ ഉളു കൊണ്ടാലും. ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, ബിലാൽ നിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കാണുന്നല്ലോ. ബിലാൽ റളിയല്ലാഹു അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, എന്താ പ്രത്യേകിച്ച് നന്മ അറിയില്ല, ഒരു നന്മ എൻ്റെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ എപ്പോ ഉളു കൊണ്ടാലും ഉളു എടുക്കും, സാധിക്കും ഒക്കെ. ഉളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ചെയ്തു വരും ചെയ്യൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഭാര്യനോട് പറയണം, മക്കളോട് പറയണം, നാട്ടുകാരോട് പറയണം. തങ്ങളെ ഏൽപ്പിച്ചു. ഇത് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടുകൊടുക്കലല്ല, വായനോട് പറയാം. അപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. റെക്കോർഡോട് വിട്ടുകൊടുത്താൽ അങ്ങനോട് പോകും. 16 പേരുടെ ചെക്കിന്റെ ചിത്രം വിട്ടെടുത്തിട്ട് ഓനെന്താ കാര്യം ഉണ്ടോ? ചിത്രം, ചെക്കിന്റെ ചിത്രം എന്താ കാര്യം പോയി? ഒരു കാര്യമില്ല. വിടല് നിർത്തി പറയൽ തുടങ്ങി. ചെയ്യലക്ഷാം. ഇതിൽ കുറെ ആൾക്കാരുടെ മറ്റോ പേരന്റിങ് എന്ന് പറഞ്ഞോളി. ഓനാണ് ഒന്നാമത്തെ അക്രമിക്കുക. ആരാണ്? മറ്റോനും കൂടി പേരന്റിങ്. ഓനെന്ത് കേക്കട്ടെ? ഓനല്ല കേക്കട്ടെ. ആരാ കേക്കട്ടെ? ഒറിജിനൽ കേക്കട്ടെ ആളപ്പ കേട്ടത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാനാണിത് കേക്കട്ടത്, നിങ്ങളല്ല. ഞാൻ എന്നോടാണ് പറഞ്ഞത്. അതുകൊണ്ട് സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാക്കണം. അള്ളാഹ് നമ്മളെ നബിതങ്ങൾ ശാസ്ത്രങ്ങളെ മുഹിബ്ബീങ്ങളെ കൂട്ടത്തിലാക്കുമാറാവട്ടെ. ഫറസ്ദക്ക് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ പൈസക്ക് വേണ്ടിയാണ് പാടിയിരുന്നെങ്കിൽ ഞാൻ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് വേണ്ടി പാടിയാണ്. ഞാൻ പാടിയത് നിങ്ങളെ ഉപ്പാപ്പന്റെ ശഫായത്തിന് വേണ്ടിയിട്ട്. ഒരു ശഫായത്താണ്. ആ നബിനെ കൂട്ടത്തിൽ കൊണ്ടെടുക്കാത്തവർക്ക് അങ്ങനെ ശഫായത്തുണ്ടാവും. അതുകൊണ്ട് എന്ത് ത്യാഗം ചെയ്താലും നബിതങ്ങളോടുള്ള മഹബത്തിനെ ചേർത്ത് പിടിക്കും. മഹബത്തിനെ ചേർത്ത് പിടിക്കുക പറഞ്ഞാല് പോത്തർത്ത് തിന്നലല്ല. നബിതങ്ങളുടെ മഹബത്തിനെ ചേർത്ത് പിടിക്കുക, സുന്നത്ത് ചേർത്ത് പിടിക്കുക. ഭാര്യ പരിധിക്കും, വയസ്സനായിന്, തൊണ്ടനായിന് എന്നൊക്കെ പറയും. അയൽവാസികൾ പറയും, മുല്ലാജിയായിന്ന് പറയും. പറഞ്ഞോട്ടെ, ഈ പറഞ്ഞടാ, പ്രശ്നമില്ല. ഞാൻ നാളെ മശ്ശറയിലെ നബിതങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അവിടുന്ന് കാണാൻ നമുക്ക് ഇത് പറഞ്ഞാൽ മതി. ഹൃദയത്തിനോട്. കാരണം ഓനോട് വായനോട് പറച്ചിലില്ല. നബിതങ്ങൾ ശാസ്ത്രങ്ങളോട് ചേർന്ന് നിൽക്കും. തങ്ങളെ സുന്നത്തിനോട് ചേർന്ന് നിൽക്കും. നിൽക്കൂല ഇൻഷാ അല്ലാഹ്. അല്ലാഹ് മൽചിയാ തൗഫീഖ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا ഞങ്ങളെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി.